എല്ലാവർക്കും നല്ല കിടിലൻ ഗുഡ് ആഫ്റ്റർനൂൺ. സാർ പറയുന്നത് പ്രോപ്പർ ആയിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചു. യെസ്, അടിപൊളി. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ് ആണ്. സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററി രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാൻ പറയാം. അപ്പോൾ അതിന് മുമ്പ് ചെറിയൊരു മെഡിറ്റേഷൻ ഉണ്ട് മക്കളെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹിസ്റ്ററി രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ കുറേ കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ. ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? ലിബർട്ടി, ഈക്വാലിറ്റി, ഫെർട്ടേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇത് സംഭവിച്ചത് ഒരു സമരവുമായി ബന്ധപ്പെട്ട്, ഒരു വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് എന്ന് ഞാൻ പറഞ്ഞു. ഏതായിരുന്നു ആ വിപ്ലവം? ഫ്രഞ്ച് വിപ്ലവം. 1779 മുതൽ 1782 വരെ മെഡീവൽ ഫ്രാൻസിൽ, മധ്യകാല ഫ്രാൻസിൽ സംഭവിച്ച ഒരു മഹത്തായ, അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക, ലോകത്തെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻറ്റ് ചെയ്ത വിപ്ലവങ്ങളിൽ ഒന്നായിട്ടുള്ള ഫ്രഞ്ച് റെവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവത്തിൽ ജനങ്ങൾ നടത്തിയ മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ആർക്കെതിരെ? ബൂർബൻ രാജവംശത്തിൽപ്പെട്ട ലൂയി 16 അദ്ദേഹത്തിന്റെ ഭാര്യയായ മേരി ആന്റോണിയറ്റിന്റെയും സ്വേച്ഛാധിപത്യ ഓട്ടോക്രാറ്റിക് റൂളിനെതിരെ അവിടുത്തെ ജനങ്ങൾ നടത്തിയ സമരമായിരുന്നു, വിപ്ലവമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരുടെ എക്സ്ട്രാവെജൻസ്, അവരുടെ ധൂർത്ത്, അവരുടെ ധാരാളിത്തം. വേണ്ടത്ര പണമോ സമ്പത്തോ ഫ്രാൻസിൽ ഇല്ലാഞ്ഞിട്ട് പോലും അവർ കാട്ടിക്കൂട്ടിയ ധൂർത്ത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ പല തട്ടുകളായി, പല എസ്റ്റേറ്റുകളായി തിരിച്ചത് മറ്റൊരു പ്രശ്നമായിരുന്നു. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. ഫസ്റ്റ് എസ്റ്റേറ്റിൽ ക്ലർജി, പുരോഹിതന്മാർ. സെക്കൻഡ് എസ്റ്റേറ്റിൽ നൊബിലിറ്റി, പ്രഭുക്കന്മാർ. തേർഡ് എസ്റ്റേറ്റിൽ നമ്മുടെ സാധാരണ ജനങ്ങൾ. അതുകൂടാതെ ഈ തേർഡ് എസ്റ്റേറ്റിലുള്ള ജനങ്ങൾ ധാരാളം നികുതികൾ ഫസ്റ്റ് എസ്റ്റേറ്റിലെയും സെക്കൻഡ് എസ്റ്റേറ്റിലെയും ആളുകൾക്കും കൊടുക്കണം, രാജാവിനും കൊടുക്കണം. അതുകൂടാതെ വിങ് തേം എന്ന് പറയുന്ന പുതിയൊരു നിയമം കൂടെ കൊണ്ടുവന്നത് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. പിന്നെ ലൂയി 16 കാലഘട്ടത്തിൽ ഇതെങ്ങനെ സംഭവിച്ചു? മണിക്കൂറിനൊക്കെ ഡൗട്ട് തോന്നാം. ലൂയി 16 കാലഘട്ടത്തിൽ മാത്രം ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സമരം ഉണ്ടായി? അതിന് കാരണം തിരിച്ചറിവുള്ള ഒരു ജനത ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ആ കാലഘട്ടത്തിൽ സംഭവിച്ച വ്യവസായങ്ങൾ, കൊളോണിയൽ ഭരണ സംവിധാനം ഫ്രാൻസിലെ ജനങ്ങളെയും സാമ്പത്തികമായി വളർത്തി എന്നുള്ള സത്യമാണ്. അവർ സാമ്പത്തികമായി വളരുന്നതിനോടൊപ്പം തന്നെ അവരുടെ നികുതിക്ക് മേൽ നികുതി ഏൽപ്പിക്കുകയാണ് സർക്കാർ ചെയ്തത്, രാജാക്കന്മാർ ചെയ്തത്. ഇത് ജനങ്ങൾക്ക് കൂടുതൽ അവർക്കെതിരെ വിദ്വേഷം ഉണ്ടാക്കി. മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ഉണ്ടായിരുന്ന ചിന്തകന്മാർ, ഐഡിയോളജിസ്റ്റുകൾ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാല് വോൾട്ടയർ, റൂസോ, മോണ്ടെസ്ക്യൂ അല്ലെ, അവരുടെ ആശയങ്ങൾ അല്ലെ, ഇതെല്ലാം ആ ഒരു കാലഘട്ടത്തില് എന്താണ്, ജനങ്ങള്, ഐഡിയോളജിസ്റ്റുകളുടെ വാക്കുകള് ജനങ്ങളെ വളരെയധികം ഇൻഫ്ലുവൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ വോൾട്ടയർ, റൂസോ, മോണ്ടെസ്ക്യൂ ടെക്സ്റ്റിൽ എത്രാമത്തെ പേജിലാണത്? ഒന്ന് മെസ്സേജ്. യെസ്, പേജ് നമ്പർ 34 ആണ് അത്, മറ്റേത് സ്റ്റഡി മെറ്റീരിയലാണ്. ഓക്കെ, അപ്പോൾ വോൾട്ടയർ, റൂസോ, മോണ്ടെസ്ക്യൂ എന്നീ പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ ജോൺ ലോക്കി അല്ലെ, നെക്കർ എന്നൊക്കെ പറയുന്ന ആളുകൾ, ഇവരെല്ലാം വളരെയധികം ഇൻഫ്ലുവൻറ്റ് ചെയ്തു ജനങ്ങളെ. ഇവരുടെ ട്രോളുകൾ ജനങ്ങൾ എന്ത് ചെയ്തു? വളരെയധികം ഇൻഫ്ലുവൻറ്റ് ചെയ്തു. അങ്ങനെ അവസാനം ഇവിടെ എന്തായി? ജനങ്ങള് രാജാക്കന്മാർക്കെതിരെ മൊത്തത്തിൽ തിരിഞ്ഞു. അതാണ് ഇനി ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് കാരണമായി മാറിയത്. അതാണ് ഇനി നമ്മൾ ഇനിയോട് പറയാനായിട്ട് പോകുന്നത്. ദ എസ്റ്റേറ്റ് ജനറൽ മീറ്റ്, എസ്റ്റേറ്റുകൾ സമ്മേളിക്കാൻ തീരുമാനിക്കുന്നു. ഫ്രാൻസിൽ എത്ര എസ്റ്റേറ്റുകളുണ്ട്? 3 എസ്റ്റേറ്റ്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. ഒരിക്കലും ഈ 3 എസ്റ്റേറ്റുകൾ ഒരുമിച്ച് ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്, പിന്നീട് അങ്ങോട്ട് ഉണ്ടായിട്ടില്ല. ഈ എസ്റ്റേറ്റുകൾ ഒന്നിക്കാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടാണെന്നറിയോ? വേറെ ഒന്നും കൊണ്ടല്ല, ജനങ്ങൾ മൊത്തത്തിൽ രാജാക്കന്മാർക്കെതിരെ തിരിഞ്ഞു. ഇനി ജനങ്ങൾ ഒരു മൊത്തത്തിൽ അങ്ങോട്ട് പുറപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രാൻസ് ബാക്കി ഉണ്ടാവില്ല. ആ ഒരു തിരിച്ചറിവ് വളരെയധികം പ്രശ്നത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത്
ലൂയി ദ 16, ലൂയി 16 ഉപദേഷ്ടാവായിട്ടുള്ള അഡ്വൈസർ ആയിട്ടുള്ള നെക്കർ, ലൂയി ദ 16 on the advice of Necker decided to summon the French Parliament, the Estates General, after 175 years before. അതായത് വർഷങ്ങൾക്ക് മുൻപ്, ബിഫോർ 175 years, ഏകദേശം 175 വർഷങ്ങൾക്ക് മുമ്പ് ഇത് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിപ്പോ സംഭവിക്കുന്നത് 1779 ഇത് സംഭവിക്കുന്നത്. അത് 175 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇത് അന്നത്തെ ചിന്തകൻ, വളരെ ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളോട് കുറച്ചുകൂടെ താല്പര്യം ഉണ്ടായിരുന്ന ആളായിരുന്നു നെക്കർ. അപ്പൊ നെക്കറിനെ പോലുള്ള ആളുകളുടെ ഉപദേശപ്രകാരം ലൂയി 16 എത്രയും പെട്ടെന്ന് എന്ത് ചെയ്തു, ഒരു മീറ്റിംഗ്, ഈ എസ്റ്റേറ്റുകളുടെ ഒരു മീറ്റിംഗ് എത്രയും പെട്ടെന്ന് വിളിച്ചു ചേർത്തു. ദ ക്ലർജി 285 members. അതിൽ ഈ ഫസ്റ്റ് എസ്റ്റേറ്റ് ക്ലർജിമാരാണല്ലോ, അതില് 285, ഏകദേശം 285 ക്ലർജിമാർ. അപ്പൊ ചോദിക്കും, സാറേ ക്ലർജിമാർ അത്രയേ ഉള്ളൂ? അല്ല, 10,000 ക്ലർജിമാരുണ്ട്. അതിൽ നിന്ന് 285 ക്ലർജിമാരാണ് ഈ ഒരു മീറ്റിംഗിൽ വരിക ഫസ്റ്റ് എസ്റ്റേറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ. ദ നൊബിലിറ്റി 308 members, 308 മെമ്പർമാർ. അപ്പൊ നോബിൾസ് അത്രേ ഉള്ളൂ? അല്ല, നോബിൾസ് 100,000 നോബിൾമാരുണ്ടാവും ചിലപ്പോ ഫ്രാൻസിൽ. അതിൽ നിന്നും 308 പേരൊക്കെ ആയിരിക്കും വരുന്നത്. ദ കോമൺ പീപ്പിൾ 621 members. സാധാരണക്കാരൻ, അവരല്ലേ പിന്നെ ഫ്രാൻസ്, ദ റിയൽ ഫ്രാൻസ് അവരല്ലേ. സാധാരണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലക്ഷക്കണക്കിനുണ്ടാവും. ലക്ഷക്കണക്കിന് സാധാരണക്കാരിന്ന് വളരെ കുറച്ച്, അവരുടെ ഒരു ആനുപാതിക നോക്കണമെങ്കിൽ വളരെ കുറച്ച്, വെറും 621 എന്ന് പറയുന്ന ഒരു ചെറിയ സംഖ്യ മാത്രമാണ് അവിടെ നിന്ന് ആളുകൾ വന്നത്. അപ്പൊ 3 എസ്റ്റേറ്റിലെയും ആളുകൾ എത്തുകയാണ്. ഓക്കെ. The member of the first and second estate was inheritance. However, the members of the third estate was elected. നോക്കിയേ, ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് എസ്റ്റേറ്റിലെയും സെക്കൻഡ് എസ്റ്റേറ്റിലെ ആളുകൾ പാരമ്പര്യമായി പാർലമെന്റിലോട്ട് ജയിച്ചു വരുന്നവരാണ്. അവർക്ക് വോട്ടും വേണ്ട, ഇലക്ഷനും വേണ്ട, ഒന്നും വേണ്ട. ക്ലർജിമാരാണോ? ക്ലർജിമാർ ഇത് ഇത്രയും പേര് വരാം. നോബിൾ ആണോ? നോബിളിൽ നിന്ന് 308 പേർക്ക് വരാം. ക്ലർജിയിൽ നിന്ന് 285 പേർക്ക് വരാം. രാജാവ് തീരുമാനിച്ചിരിക്കുന്നതാണ്, അത്രയും പേര് വരും. അവരാരാണെന്നുള്ളത് ക്ലർജിമാർ തീരുമാനിച്ച് അവരിങ്ങോട്ട് വിടും. പക്ഷേ 621 പേരടങ്ങുന്ന സാധാരണക്കാരിൽ നിന്നുള്ള ആൾക്കാരെ എലക്ഷൻ നടത്തും. ആ എലക്ഷനിൽ ജയിക്കുന്നവരാണ് ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. മനസ്സിലായില്ലേ? ബാക്കിയുള്ളവർക്കൊക്കെ പാരമ്പര്യമായിട്ട് ഇൻഹെറിറ്റൻസ്, പാരമ്പര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരാം. അത് തന്നെ ഒരു അനീതിയാണ്, ഈക്വാലിറ്റി ഇല്ലായ്മയാണ്. ദ existing system was 1 vote for 1 house. ഇവിടെ നിലനിന്നിരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് 1 vote for 1 house. 3 ഹൗസ് ആണ്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട്. എടാ മക്കളെ, ഇവിടെ എന്താണ് അപ്പൊ സംഭവിക്കുക? ഇവിടെ എന്താ സംഭവിക്കുക? എണ്ണത്തിൽ കൂടുതൽ കോമൺ പീപ്പിളിലെ ആൾക്കാരാണ്, 621 പേരുണ്ട്. അതിലും കുറവാണ് നോബിൾട്ട്, 308 പേരുള്ളൂ. അതിലും കുറവാണ് ക്ലർജി. പക്ഷെ അങ്ങനെയല്ല കാര്യം. ഇവിടെ ഒരു കാര്യം തീരുമാനിക്കുന്നു, ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട്. ഒരു എസ്റ്റേറ്റിന്, ഒരു ഹൗസിന് ഒരു വോട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. ദ ഫസ്റ്റ് 2 houses സപ്പോർട്ടഡ് ദിസ്. അതായത് 2 എസ്റ്റേറ്റുകളും എന്ത് ചെയ്യുന്നു? ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. The reason for this was that if the first and second estate came together, they would have majority to control the government. അതായത് ഇപ്പൊ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പുതിയൊരു നിയമം കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. എത്ര പേര് ഇതിനെ അനുകൂലിക്കുന്നു എന്ന് പറയണം. അപ്പൊ പുതിയൊരു ടാക്സ് കൊണ്ടുവരാം. ഈ ടാക്സ് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. എത്ര പേര് അനുകൂലിക്കുന്നു എന്ന് പറയുമ്പോൾ കോമൺ പീപ്പിൾ കൈപൊക്കും അവരുടെ എസ്റ്റേറ്റ്. ക്ലർജിയും നോബിളും എന്ത് ചെയ്യില്ല, അതിൽ കൈപൊക്കൂല. അപ്പൊ എന്താണ്? 3 പേരിൽ ഒരാൾ മാത്രം അംഗീകരിച്ചുള്ളൂ, ബാക്കി 2 പേര് അംഗീകരിച്ചില്ല. ആ ബില്ല് പാസ്സായില്ല. പുതിയൊരു നികുതി കൊണ്ടുവരാൻ പോകുന്നു, പുതിയൊരു ടാക്സ് കൊണ്ടുവരാൻ പോകുന്നു. കോമൺ പീപ്പിൾ മാത്രം ഈ ടാക്സ് അടച്ചാൽ മതി. ആരൊക്കെ അനുകൂലിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നോബിളുടെ ഹൗസും അനുകൂലിക്കും, ക്ലർജിയുടെ ഹൗസും അനുകൂലിക്കും. കോമൺ പീപ്പിൾ അത് അനുകൂലിക്കൂല. അപ്പോഴും ആ ബില്ല് അവിടെ പാസ്സാവും. മനസ്സിലായ? അപ്പൊ ഒരു ബില്ല് പാസ്സാക്കി എടുക്കാൻ ക്ലർജിയും കോമൺ പീപ്പിൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ, ക്ലർജിയും നോബിലിറ്റി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ആ ബില്ല് അവിടെ പാസ്സാവും. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കൈവീശി കാണിച്ചേ. ഇതാണ് ഇവിടെ സംഭവിച്ചത്. The king did not have enough knowledge of the parliament system. മാത്രമല്ല, ലൂയി 16 ഞാൻ പറഞ്ഞില്ല, ആളൊരു പോരായാണ്. ആ രാജാവ് അത്ര പോരായിരുന്നു. അയാൾക്ക് ഈ ഒരു സിസ്റ്റത്തെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല, ഈ പാർലമെന്റ്. കാരണം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എങ്ങും ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടിയിട്ടില്ല. 175 കൊല്ലങ്ങൾക്ക് മുമ്പ് പുള്ളിയുടെ മുത്തച്ഛന്റെ കാലത്ത് വിളിച്ചു കൂട്ടിയതാണ്, പിന്നെ വിളിച്ചു കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റത്തെ കുറിച്ച് ലൂയി 16 കാര്യമായ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ.
ഓക്കെ, ഇദ്ദേഹം സത്യം പറഞ്ഞാൽ പെട്ടു എന്ന് പറയുന്ന അവസ്ഥയിലാണ് നിന്നിരുന്നത്. ഓക്കെ, ഇനി ഇവിടെ സംഭവിക്കുന്നത് വാട്ട് ഡിഡ് ദ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി, എന്താണ് ഫ്രഞ്ച് ദേശീയ സഭ കൊണ്ട് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത് എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. നോക്കിയേ, the representatives of the third estate demanded the meeting of all these estates together. The first two estates refused to do so. അതായത് ഇവിടെ പറയുന്നത്, ഇവിടെ ഓരോ റെപ്രസെന്റേറ്റീവ്സിനും, ഓരോ പ്രതിനിധികൾക്കും ഇവിടെ എന്ത് വേണം, ഒരു എന്താ പറയാ, ഒരു 3 എസ്റ്റേറ്റിനെ ഒന്നിപ്പിച്ചിട്ട് എത്ര പേരുണ്ട് എന്നുള്ളത് നോക്കണം. എന്നിട്ട് അവരിൽ എത്ര പേര് ഇതിനെ അനുകൂലിക്കുന്നു, എത്ര പേര് പ്രതികൂലിക്കുന്നു, അങ്ങനെ നോക്കണമെന്ന് പറഞ്ഞു. അതായത് ഇപ്പൊ ഞാൻ പറയാം, കോമൺ പീപ്പിൾ 621 ആളുകളാണ് കോമൺ പീപ്പിൾ ആയിട്ടുള്ളത്. 308 പേര് നൊബിലിറ്റി ഉണ്ട്, 285 പേര് നമ്മുടെ ഈ ക്ലർജിമാരുണ്ട്. എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 1100 ചില്ലുവാനം ആൾക്കാർ വരും. ഈ 1100 ചില്ലാനത്തിൽ വോട്ടില് എത്ര ആളുകൾ ഒരു കാര്യത്തെ അനുകൂലിക്കുന്നു, അങ്ങനെ നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കോമൺ പീപ്പിൾ പറയുന്നിടത്ത് കാര്യം നടക്കും. കാരണം 1100 ചില്ലാന ആളുകളിൽ 621 പേരും കോമൺ പീപ്പിൾ ആണ്. അപ്പൊ ഒരു ബില്ല് പാസ്സാക്കാനും ബില്ല് റിജക്ട് ചെയ്യാനും പവർ ആർക്ക് വരും, കോമൺ പീപ്പിളിന് വരും. ഇത് ക്ലർജിയും നോബിളും സമ്മതിക്കൂ? ഇല്ല, അവരത് എന്ത് ചെയ്തില്ല, സമ്മതിച്ചില്ല. അപ്പൊ നോക്കിയേ, ഓൺ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. ഓൺ 17 June 1789 the members of the third estate declared themselves the real representatives of the people of France. ഞങ്ങളാണ് ഫ്രാൻസിലെ യഥാർത്ഥ പ്രതിനിധികൾ, ഞങ്ങൾ സാധാരണക്കാരനാണ് ഫ്രാൻസ്, അല്ലാണ്ട് രാജാവോ പ്രഭുവോ ക്ലർജിയോ അല്ല, ഞങ്ങൾ സാധാരണക്കാരാണ് ഇവിടുത്തെ ഫ്രാൻസ് എന്ന് പറയുന്നത്. വി ആർ ദ സ്റ്റേറ്റ്. മുമ്പ് ലൂയി 14 പറഞ്ഞതാണ് ഐ ആം ദ സ്റ്റേറ്റ് എന്ന്. ഇവിടെ കോമൺ പീപ്പിൾ പറയുന്നു ഞങ്ങളാണ് രാഷ്ട്രം എന്ന് അവർ പറഞ്ഞു. ദേ കോൾഡ് their assembly of French National Assembly. അവരാണ് ഇവിടുത്തെ അസംബ്ലി, ഞങ്ങളാണ് ഇവിടുത്തെ പാർലമെന്റ്, യഥാർത്ഥ പാർലമെന്റ് ഞങ്ങളാണ് എന്ന് അവരെന്ത് ചെയ്തു, പറഞ്ഞു. അതിനുശേഷമാണ് ഫ്രാൻസിന്റെ സമര ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം നടക്കുന്നത്. ദാറ്റ് ഈസ് ടെന്നീസ് കോർട്ട് ഓത്ത്. ടെന്നീസ് കോർട്ട് സത്യപ്രതിജ്ഞ. 2 മാർക്സിന്റെ ഷുവർ ക്വസ്റ്റ്യൻ. ടെന്നീസ് കോർട്ട് ഓത്ത്, ടെന്നീസ് കോർട്ട് സത്യപ്രതിജ്ഞ സംഭവിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ദ സപ്പോർട്ട് ഓഫ് ദ ഫസ്റ്റ് 2 എസ്റ്റേറ്റ്, അതായത് 2 എസ്റ്റേറ്റുകളുടെയും ക്ലർജിമാരുടെയും പ്രഭുക്കന്മാരുടെയും സപ്പോർട്ടോട് കൂടിയിട്ട് ലൂയി ദ 16, ലൂയി 16 closed the hall where the assembly used to held and the place it under the military guard. അതായത് പട്ടാളത്തിന്റെ സഹായത്താൽ, പട്ടാളത്തെ ഇറക്കിക്കൊണ്ട് ഫസ്റ്റ് എസ്റ്റേറ്റിന്റെയും സെക്കൻഡ് എസ്റ്റേറ്റിന്റെയും സഹായത്താൽ ഈ നമ്മുടെ അസംബ്ലി നടക്കുന്ന ആ ഒരു മന്ദിരം ഉണ്ടല്ലോ, നിയമസഭാ മന്ദിരം, ഇത് അതീവ സുരക്ഷയാക്കി. ആരെങ്കിലും പ്രഭുവിനെയോ ക്ലർജിയെയോ ഈവൻ രാജാവിനെയോ ആക്രമിക്കുകയാണെങ്കിൽ തേർഡ് എസ്റ്റേറ്റിൽപ്പെട്ട ആളുകളെ എൻകൗണ്ടർ ചെയ്യുക, ഷൂട്ട് അറ്റ് സൈറ്റ്, ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവരെത്തി. നോക്കിയേ, ദ റെപ്രസെന്റേറ്റീവ് ഓഫ് തേർഡ് എസ്റ്റേറ്റ്, ഈ 3ാം എസ്റ്റേറ്റിൽ പെടുന്ന സാധാരണക്കാർ അങ്ങോട്ട് പോയില്ല. അവരാരും ഉപദ്രവിക്കാൻ നിന്നില്ല. അവര് നേരെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. മെറ്റ് 20th June അറ്റ് ദ നിയർ ബൈ ദ ടെന്നീസ് കോർട്ട്. അവര് തൊട്ടടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിലോട്ട് പോയി. ഈ പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിന് തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ട് സ്ഥലത്തേക്ക് പോയി. ലെഡ് ദ ജീൻ സാൽവിൻ ബെയ്ലി, ദ അബേ സേയസ് ആൻഡ് മിറാബോ, ഇദ്ദേഹത്തിന് ഈ 3 ആളുകളുടെ നേതൃത്വത്തിൽ അവരെന്ത് ചെയ്തു, ഒരു ടെന്നീസ് കോർട്ടിലോട്ട് പോയി. 3 വ്യക്തികളാണ്. They declared that they would not leave until they draft a constitution for France. ഇവര് പറയാണ് ടെന്നീസ് കോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു പാർലമെന്റ് പോലെ തന്നെ ഇരിക്കും. മൊത്തം നടുക്ക് ടെന്നീസ് കളിക്കുന്ന സ്ഥലം, അതിന് ചുറ്റും ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലം. അപ്പൊ കാണുമ്പോൾ ഒരു നിയമസഭാ മന്ദിരത്തിന്റെ ഒക്കെ ഒരു സ്റ്റൈലാണ്. നിങ്ങൾ പാർലമെന്റുകളൊക്കെ കണ്ടിട്ടില്ലേ? ഇപ്പൊ ഇന്ത്യൻ പാർലമെന്റ്, നമ്മുടെ കേരള നിയമസഭയെ കണ്ടിട്ടില്ല? ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് ടക് 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 എന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റൈല് തന്നെയാണ് ഈ ടെന്നീസ് കോർട്ടിനും. അവിടെ എത്തിയിട്ട് ദേ ഡിക്ലെയർ ദാറ്റ്, അവർ പ്രഖ്യാപിച്ചു. ഡിക്ലെയർ എന്ന് വെച്ചാൽ പ്രഖ്യാപിക്കുക. ദേ വുഡ് നോട്ട് ലീവ്, ഞങ്ങൾ എവിടേക്കും പോകില്ല. അൺടിൽ, എവിടം വരെ? ദേ ഡ്രാഫ്റ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഫ്രാൻസ്. നമ്മൾ ഇവിടെ വെച്ച് ഈ ടെന്നീസ് കോർട്ടിൽ വെച്ച്
നമ്മുടെ ഫ്രാൻസിന് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കാൻ പോവുകയാണ്. ഈ ഭരണഘടന പ്രകാരമായിരിക്കും ഇനി ഫ്രാൻസിൽ ഭരണം നടക്കുക. ഇങ്ങനെ ഒരു ഭരണഘടന ഇവിടെ ഇരുന്ന് തയ്യാറാക്കി കഴിയാതെ ഇവിടെ ഇരിക്കുന്ന ഒറ്റൊരുത്തനും ഈ ടെന്നീസ് കോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോവില്ല എന്നൊരു സത്യപ്രതിജ്ഞ അവരവിടെ വെച്ച് ചെയ്തു. ഫ്രാൻസിന് വേണ്ടി അവർ ഒരു വലിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ തയ്യാറാക്കാനായിട്ട് തീരുമാനിച്ചു. ദിസ് വാസ് ലേറ്റർ നോൺ ആസ്, ഇത് പിന്നീട് അറിയപ്പെട്ടത് ദ ടെന്നീസ് കോർട്ട് ഓത്ത് അഥവാ ടെന്നീസ് കോർട്ട് അസംബ്ലി എന്നതിനെ അറിയപ്പെടാനായിട്ട് തുടങ്ങി. ഇത് ഫ്രാൻസിന്റെ സമര ചരിത്രത്തിലെ വിപ്ലവ സമര ചരിത്രത്തിലെ മൈൽ സ്റ്റോൺ. സോ ദിസ് വാസ് കൺസിഡേർഡ് ആസ് ദ മൈൽ സ്റ്റോൺ ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രാൻസിലെ റെവല്യൂഷന്റെ ഒരു നാഴികക്കല്ലായി നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കും. ഇത്രയാണ് ഇതിൻ്റെ ഒരു ബിഗിനിങ്. ഇനിയാണ് കൊളുത്താൻ പോകുന്നത്. ഫ്രഞ്ച് റവല്യൂഷൻ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ജനങ്ങൾ തെരുവിലോട്ട് ഇറങ്ങുന്നത് ഇവിടെ നിന്നാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ദ ഫാൾ ഓഫ് ബാസ്റ്റിൽ ആൻഡ് ദ ബിഗിനിങ് ഓഫ് ദ റവല്യൂഷൻ. ഫാൾ ഓഫ് ബാസ്റ്റിൽ, ബാസ്റ്റിൽ ജയിലിന്റെ തകർച്ചയും വിപ്ലവത്തിന്റെ തുടക്കവും. ബൂർബൻ മൊണാർക്കിയുടെ സിംബൽ ഓഫ് ഫേസ്, അവരുടെ മുഖമുദ്രയായിരുന്നു ഈ ജയില്, ബാസ്റ്റിൽ പ്രിസൺ. ജനങ്ങൾക്ക് ഈ ജയിൽ കണ്ട പേടിയാണ്. കാരണം ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരുത്തൻ ഈ ജയിലിൽ പെട്ട് കഴിഞ്ഞാൽ, ജയിലിലോട്ട് പോകേണ്ടി വന്നാൽ പിന്നെ അവൻ ജീവനോടെ വരൂല, അവൻ ഇപ്പൊ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ പണ്ട് പേടിപ്പിച്ചിരുന്നില്ലേ, കാലാപ്പാനി, നമ്മുടെ സെല്ലുലാർ ജയിൽ ആൻഡമാനിലെ ആ ജയിലിലോട്ട് ഒരുത്തം പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ജീവനോടെ വരൂല. അവൻ തീർന്നു, ആ ജയിലിൽ തന്നെ അവൻ തീർന്നു. ഒന്നിലെ ബ്രിട്ടീഷുകാർ ചവിട്ടിക്കൊല്ലും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അസുഖം പിടിച്ച് മരിക്കും, അല്ലെങ്കിൽ അവിടെ പണിയെടുത്ത് ചാവും, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാണ്ട് പട്ടിണി, ഇങ്ങനെയൊക്കെ അവർ തീരും. അതേപോലെ ആളുകൾക്ക് പേടി. ദൈവമേ, ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് തെറ്റായി പറഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും തെറ്റായത് ചെയ്താൽ ഞാൻ ഈ ജയിലിലോട്ട് പോകും. ആർക്ക് പോയി പോകും, എൻ്റെ കുടുംബത്തിന് പോയി എന്ന് പേടിച്ച് അടങ്ങി ഒതുങ്ങി ജീവിച്ചിരുന്ന ഒരു തലമുറയാണ് ഫ്രാൻസിൽ ഉണ്ടായിരുന്നത്. അവരെ പേടിപ്പിച്ചിരുന്ന ഒരു മുഖമുദ്രയായിരുന്നു ബാസ്റ്റിൽ ജയില്. ഈ ജയില് തകർത്തുകൊണ്ടാണ് ഫ്രഞ്ച് റവല്യൂഷൻ ആരംഭിക്കുന്നത്. ദ കിങ് ലൂയി ദ 16 dismissed his advisor നെക്കർ and ordered him to leave പാരീസ്. അതായത് രാജാവായിട്ടുള്ള ലൂയി 16 എന്ത് ചെയ്തു, ഡിസ്മിസ് ചെയ്തു, പുറത്താക്കി. ആരെ? അഡ്വൈസർ നെക്കറിനെ പുറത്താക്കിയടാ. നീ പറഞ്ഞത് അനുസരിച്ച് ചെയ്തതാടാ ഞാൻ ചെയ്ത തെറ്റ്, നിനക്കല്ലടാ നിർബന്ധം ഉണ്ടായിരുന്നത്, അസംബ്ലി വിളിച്ചു ചേർത്തടാ. ഇപ്പൊ ജനങ്ങൾ മൊത്തം തിരിഞ്ഞ് പ്രശ്നമായി. നിന്നെ എന്റെ കണ്ണിന് മുമ്പിൽ കണ്ടുപോകരുത് അല്ലേ, ഓടിക്കോണം, ഇന്ന് തന്നെ ഇറങ്ങിക്കോണം ഈ ടെറിട്ടറിന്ന് അല്ലേ, കള്ള ബെടുവ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിച്ചു. മാത്രമല്ല 24 മണിക്കൂറിനകം ഫ്രാൻസ് വിടണമെന്ന് പറഞ്ഞു. അതർവൈസ് ഫ്രാൻസിലെങ്ങാനും നിന്നെ കണ്ടാൽ എൻകൗണ്ടറിംഗ് ആണ്, ഷൂട്ട് അറ്റ് സൈറ്റ്, വെടിവെച്ചിടും എന്നുള്ള കാര്യം ഇയാളെ പറഞ്ഞു. ഇത് ജനങ്ങൾക്ക് കൂടുതൽ ദേഷ്യം ഉണ്ടാക്കി. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് രാജാവ് ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ എങ്ങനെ ശരിയോ? ഇത് ജനങ്ങൾക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കി. ദ ക്രൗഡ്, അതായത് ജനക്കൂട്ടം, ദാറ്റ് വാസ് പ്രൊവോക്ഡ് സീസ്ഡ് ദ ഗ്രാനറീസ് ആൻഡ് ബേക്കറീസ് ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലെ, അതായത് ഫ്രഞ്ച് രാജ്യത്തെ ഗ്രാനറികൾ, ധാന്യപ്പുരകൾ, പട്ടിണിയും പരിവട്ടമൊക്കെ ആണല്ലോ വിപ്ലവത്തിന് കാരണം. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ധാന്യപ്പുരകൾ പിടിച്ചെടുത്തു. ബേക്കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബ്രെഡ് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ, ബേക്കറികൾ, ഇതെല്ലാം അവര് എന്ത് ചെയ്തു, തടയുകയും തകർക്കുകയും സീസ് ചെയ്യുകയും എന്ത് ചെയ്തു, അവർ ചെയ്തു. ദേ അമാസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ശേഖരിക്കുക. ദേ അമാസ്ഡ് വെപ്പൺസ് എന്ന് വെച്ചാൽ ആയുധങ്ങൾ. ഓക്കെ, അമാസ്ഡ് ആൻഡ് സ്റ്റോംഡ് ദ ബാസ്റ്റിൽ, അവര് തകർത്തു, ബാസ്റ്റിൽ ജയിൽ തകർത്തു. ദ സിംബൽ ഓഫ് ബൂർബൻ ഡിസ്പോയിസം, അതായത് അവരുടെ ധാർഷ്ട്യത്തിന്റെ, ബൂർബൻ രാജ്യത്തിന്റെ ധാർഷ്ട്യത്തിന്റെ മുഖമുദ്രയായിരുന്നു ബാസ്റ്റിൽ ജയിൽ എന്ന് പറയുന്നത്. വർഷം നോട്ട് ചെയ്യണം, ഓൺ ജൂലൈ 14, 1789. സോ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദ ബിഗിനിങ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കമായാണ് ഇതിനെ കാണുന്നത്. വിത്ത് ദ ഹോഴ്സ് took control the city of the Paris. മാത്രമല്ല നിമിഷ നേരങ്ങൾ കൊണ്ട്, ഏതാണ്ട് മണിക്കൂറുകൾ കൊണ്ട് ഈ പാരീസ് നഗരം, ഫ്രാൻസിന്റെ തലസ്ഥാനമാണ് പാരീസ് നഗരം
സാധാരണക്കാരന്റെ കൈവശമായി. അവർ പിടിച്ചെടുത്തു, ആ നഗരം മൊത്തം അവർ പിടിച്ചെടുത്തു. വയലൻസ് സ്പ്രെഡ് ടു ദ ഫ്രഞ്ച് countryside and tax collectors also failed to pay the people's anger. അതായത് ഇവിടെ പിന്നീട് ഉണ്ടായത് കിരാതമായ കാര്യങ്ങളാണ്. പ്രഭുക്കന്മാരെ വാളിനെ വെട്ടിക്കൂട്ടുക, അല്ലെങ്കിൽ പ്രഭുക്കന്മാരെ ബാസ്റ്റിലുകളിലൊക്കെ ജോലി ചെയ്തിരുന്ന ആളുകളെ പിടിക്കുക, അവരെ ഉപദ്രവിക്കുക, മണി ലെൻഡേഴ്സ്, പലിശക്കാര്, ഇവരൊക്കെ കാല് വീഴാൻ തുടങ്ങി. കൊല്ലല്ലേ, ഒന്നും ചെയ്യല്ലേ എന്ന് കൂടെ ജനങ്ങൾ. പക്ഷെ ഇതിലൊന്നും അങ്ങോട്ട് ഇത്രയും കാലം അവരെ കഷ്ടപ്പെടുത്തിയ ആൾക്കാർ അവരൊക്കെ വെട്ടിക്കൂട്ടി ഒരു മൂലക്കിട്ട്. ലൂയി ദ 16 ഫിയറിംഗ് worth of the people, ജനങ്ങളുടെ ആ രോക്ഷതയ്ക്ക് മുമ്പിൽ ലൂയി 16 പേടിച്ചു അല്ലെ. അപ്രൂവ്ഡ് ദ ലോസ് പാസ്ഡ് ബൈ ദ നാഷണൽ അസംബ്ലി. അവസാനം ഫ്രാൻസില് ഒരു ജനകീയ റിപ്പബ്ലിക്, ജനങ്ങളുടെ അധികാരമായിട്ടുള്ള രാജ്യമാണ് ഫ്രാൻസ് എന്ന് അസംബ്ലിയിൽ പാസ്സാക്കേണ്ട അവസ്ഥ വന്നു. മനസ്സിലായില്ലേ? ഇതാണ് ഫ്രഞ്ച് റവല്യൂഷൻ. ജനങ്ങൾ ഈ ബാസ്റ്റിൽ ജയിൽ തകർക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു നാഴികക്കല്ല്. ബാസ്റ്റിൽ ജയിൽ തകർത്തോടിയിട്ട് അവിടെയുള്ള പോലീസുകാരെയൊക്കെ ഉപദ്രവിച്ചു, അവരെയൊക്കെ കൊന്നു കളഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ജയിലിനകത്തുണ്ടായിരുന്ന ഒരു കൂട്ടം തോക്കുകള്, മറ്റായുധങ്ങള്, ഇത് അവരുടെ കൈ കിട്ടി. അപ്പൊ ഈ ജയിൽ തകർക്കാൻ വേണ്ടി ചെന്നപ്പോ ഒരുപാട് ജനങ്ങൾ വെടികൊണ്ട് മരിച്ചു, ഒരുപാട് ജനങ്ങൾ. പക്ഷേ വരുന്നത് ഫ്രാൻസ് മൊത്തമാണ്. ഫ്രാൻസ് മൊത്തം ഒരു ജയിലിലോട്ട് എത്ര പേരെ വെടിവെച്ച് വീഴ്ത്തും, എത്ര പേരെ കൊല്ലാൻ പറ്റും? ഈ തോക്ക് വീണ്ടും ലോഡൊക്കെ ചെയ്യണ്ടേ? അതിനുള്ളിലോട്ട് അവന്മാർ ഇടിച്ച് കയറി തകർത്ത് പിന്നെ പോലീസിന് കൈ കിട്ടാണ്ടായി. ആ ഒരു കടന്ന് കിട്ടിയതോടുകൂടിയിട്ട് പിന്നെ ഫ്രാൻസ് ജനങ്ങളുടെ കയ്യിലായി. അവസാനം രാജാവ് വരെ എന്ത് ചെയ്യേണ്ടി വന്നു? മുട്ടുമടക്കേണ്ടതായിട്ട് വന്നു. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. കഥ കഴിഞ്ഞിട്ടില്ല. സം ഓഫ് ദ റീഫോംസ് പാസ്ഡ് ബൈ ദ നാഷണൽ അസംബ്ലീസ് ആർ ഗിവൺ ബിലോ. അതിനുശേഷം ഫ്രാൻസിലെ ദേശീയ അസംബ്ലി, ഫ്രാൻസിന്റെ ഭരണകൂടം കുറച്ച് കാര്യങ്ങൾ അവിടെ പാസ്സാക്കി. എന്തൊക്കെയാണ്? ഒന്ന്, അബോളിഷൻ ഓഫ് സ്ലേവറി. ഫ്രാൻസിൽ നിലനിന്നിരുന്ന അടിമത്തം, ഉടമ പരിപാടി ഉണ്ടല്ലോ, അത് ഒഴിവാക്കി, ഇല്ലാണ്ടാക്കി. ടേക്കിംഗ് അവേ ദ സ്പെഷ്യൽ പവർ വേസ്റ്റഡ് ടു ദ നൊബിലിറ്റി. പ്രഭുക്കന്മാർക്ക് ഒരു പ്രത്യേക അധികാരം ഉണ്ടായിരുന്നു. അപ്പൊ ചില കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കാനുള്ള അവകാശം, ആയുധങ്ങൾ, അതായത് തോക്ക് പോലുള്ള ആയുധങ്ങൾ പ്രഭുവിന് സെപ്പറേറ്റ് സൂക്ഷിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. രാജാവിന് പോലും ഇല്ലാത്ത ചില അധികാരങ്ങളൊക്കെ അവിടെ പ്രഭുക്കന്മാർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തങ്ങ് കളഞ്ഞു. അബോളിഷ്ഡ് ടാക്സ്. ദ പീപ്പിൾ ഹാഡ് ടു പേ ദ കാത്തോലിക് ചർച്ച്. നോക്കിയേ, രാജ്യത്തിന് ജനങ്ങൾ ടാക്സ് കൊടുക്കണം, അത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. പക്ഷെ കത്തോലിക്ക പള്ളികളിൽ ജനങ്ങൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്രാൻസിലെ ജനങ്ങൾ കത്തോലിക്ക പള്ളികളിലും നികുതി കൊടുത്തിരുന്നു, അത് ഇല്ലാണ്ടാക്കി. ക്യാൻസലേഷൻ ഓഫ് അഡീഷണൽ ടാക്സ്, അതായത് നികുതിക്ക് മേൽ ചുമത്തുന്ന അമിതമായ നികുതികളുണ്ട്. നമ്മുടെ രാജ്യത്തുണ്ട് അത്തരം നികുതികൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ സെസ്, ഗവൺമെന്റ് സർചാർജ്, ഇതൊക്കെ അഡീഷണൽ നികുതികളാണ്. നികുതിക്ക് മേലെ കൊടുക്കുന്ന അമിതമായ നികുതികളാണ്. ഇത് പക്ഷേ നമ്മൾ കൊടുക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, അങ്ങനെ പല ഉണ്ട്, അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ ജനങ്ങൾക്ക് നികുതി അടയ്ക്കുന്ന ജനങ്ങൾ അത്രയും നികുതി അടയ്ക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ആ നികുതിയുടെ ഒരു 10% കൂടെ നീ അടക്കി എന്ന് പറയുന്നതിനെയാണ് അഡീഷണൽ ടാക്സ് എന്ന് പറയുന്നത്. അത് ഇവിടെ ഇല്ലാണ്ടാക്കി. അങ്ങനെ ഫ്രാൻസ് ചെറിയൊരു മാറ്റത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. വുമൺ ആൻഡ് ദ ഫ്രഞ്ച് റവല്യൂഷൻ. അതായത് ഫ്രാൻസ് മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സ്ത്രീകളും പെടും. നമ്മൾ പൊതുവെ ചരിത്രം, ഹിസ് സ്റ്റോറി എന്നൊക്കെ നമ്മൾ പറയാറില്ല പൊതുവെ, അവന്റെ കഥ എന്നാണ് പൊതുവെ, ഹിസ്റ്ററി എന്നൊക്കെ നമ്മൾ പൊതുവെ അല്ലേ ഹിസ് സ്റ്റോറി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ചരിത്രം അങ്ങനെ അവന്റെ മാത്രം കഥയാക്കി നമ്മൾ കാണണ്ട. ചരിത്രം അവളുടെയും കഥയാണ്. പൊതുവെ ലോക ചരിത്രത്തിൽ സ്ത്രീകളെ കാര്യമായി ഗൗനിക്കാറില്ല എന്ന് നമ്മൾ ചരിത്രത്തെ റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടാറുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ ഇനിയെങ്കിലും നമ്മളത് മനസ്സിലാക്കണം. ഒരു ചരിത്രത്തിലും ആണുങ്ങൾ ഒറ്റയ്ക്ക് ഒന്നും നേടിയിട്ടില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ പൊതുവെ നമ്മൾ പറയാറില്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ ക്ലാസിക്കുകളാണ് മഹാഭാരതവും രാമായണവും ഈലിയഡും ഓഡീസിയൊക്കെ. അതിൻ്റെയൊക്കെ ആ പ്രശ്നങ്ങളുടെയൊക്കെ മൂല കാരണം, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമാകുന്ന ഫാക്ടർ എന്ന് പറയുന്നത് സ്ത്രീകളാണ്. അപ്പൊ സ്ത്രീകളില്ലെങ്കിൽ പിന്നെ ചരിത്രമില്ല. ഇപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിലെ അല്ലെങ്കിൽ ഫ്രഞ്ച് സമര ചരിത്രത്തിലെ സ്ത്രീകളുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളമായിരുന്നു എന്ന് നമുക്ക് നോക്കാം അല്ലേ സാർ? യെസ്. അപ്പോ എന്താണ്? 1000 of women marched to Versailles. വേഴ്സായിൽ എന്ന് വെച്ചാൽ കൊട്ടാരം. ലൂയി 16 കൊട്ടാരത്തെയാണ് വേഴ്സായിൽ എന്ന് പറയുന്നത്. 1000 of women, ആയിരക്കണക്കിന് സ്ത്രീകളാണ് കൊട്ടാരത്തിലോട്ട് മാർച്ച് ചെയ്തത്. വിത്ത് വെപ്പൺസ്, വെറുതെ അല്ലാട്ടാ,
അവര് തോക്കും കൊണ്ടാണ് അവർ വന്നത്. ഡിമാൻഡിങ് റൈറ്റ്, അവരുടെ അവകാശങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട്, അവരുടെ അവകാശങ്ങൾ. മക്കളെ, സ്റ്റഡി മെറ്റീരിയൽ ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? ഒന്ന് മെസ്സേജ്. സ്റ്റഡി മെറ്റീരിയൽ ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? സ്റ്റഡി മെറ്റീരിയലിൽ 12. ഓക്കെ, പക്ഷെ സ്റ്റഡി മെറ്റീരിയൽ കുറച്ച് വലുതായിട്ടാണ് കിടക്കുന്നത്. സ്റ്റഡി മെറ്റീരിയലിൽ വലുതായിട്ട് ഞാനിവിടെ ചെറുതായിട്ട് ഇടുന്ന വേറൊന്നും കൊണ്ടല്ല, ഇവിടെ നമുക്ക് കാര്യങ്ങൾ പറയേണ്ട ഒരു അത്യാവശ്യമുള്ളത്. സ്റ്റഡി മെറ്റീരിയൽ ഞാൻ എന്തുകൊണ്ട് ചുരുക്കാതിരുന്നു എന്നുള്ളത് ഞാൻ പറയാം. പല കുട്ടികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഓണം എക്സാമിന് ഇതേപോലെ പോയിന്റ് ആക്കി എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. നിങ്ങളത് പാരഗ്രാഫ് ആയിട്ട് തന്നെ എഴുതണം. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഒരേ ഒരു ഐഡിയ ഉള്ളൂ. ഇങ്ങനെ പോയിന്റ് ആയിട്ടുള്ളതിന് പോയിന്റ് മാറ്റിയിട്ട് സെന്റൻസ് കഴിഞ്ഞിട്ട് അടുത്ത സെന്റൻസിൽ അടുത്ത പോയിന്റ് എഴുതുക. അപ്പൊ അത് പാരഗ്രാഫ് ആയിക്കോളും ഓട്ടോമാറ്റിക്കലി. കാരണം നമ്മൾ ഒന്നും തന്നെ ചുരുക്കിയിട്ടില്ല. ടെക്സ്റ്റിൽ ഉള്ളതിലെ ക്ലിയർ ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാക്കുന്നത്. സോഷ്യൽ സ്റ്റഡി മെറ്റീരിയൽ ഒരിക്കലും ഷോർട്ടാക്കി നമ്മൾ ചെയ്തിട്ടില്ല, കാരണം അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് കേട്ടോ. ഓക്കെ, നോക്കിയേ, എല്ലാവർക്കും ക്ലിയർ ആയി ഒന്ന് കൈ കാണിച്ചേ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. നമ്മളിപ്പോ പഠിക്കുന്ന സോഷ്യൽ സയൻസ് 80 മാർക്കിന്റെ പേപ്പറാണ്. 20 മാർക്ക് സി മാർക്ക്, 80 മാർക്ക് ഇത്. നമ്മൾ അതേപോലെ തന്നെ ഈ ഞായറാഴ്ച പഠിക്കുന്ന ഇംഗ്ലീഷും 80 മാർക്കോളം വരും. അപ്പൊ ഇത് രണ്ടും നിസാര സബ്ജക്റ്റുകളല്ല എന്നുള്ള ഒരു ഉറപ്പാണ്. അതെല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മളിത് ഞായറാഴ്ച വെക്കുന്നത്, ഈ ഒരു ക്ലാസ് വെക്കുന്നത്, നമുക്ക് അത്രയും ടൈം നല്ല ഭംഗിയായിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങളും കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ഇതായതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് നല്ല അടിപൊളിയായിട്ടൊന്നും ഇരിക്കുക. അതിന് തളർന്നു ഒടിഞ്ഞ അവസ്ഥയായിട്ട് ഇരിക്കരുത്. ഞാൻ ഇങ്ങനെ പറയാൻ വേണ്ടി 2-3 കുട്ടികളുടെ വീഡിയോ ഓഫാണ്. പങ്കാളിത്തം എന്താണ് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇവിടെ പ്രധാനപ്പെട്ട 2 സ്ത്രീകളുടെ പേര് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഒളിമ്പിയ ഡെഗ്യോസ് വാസ് ദ കീ വോയിസ് ഓഫ് ദ വുമൻസ് റൈറ്റ്. അതായത് സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി ഫ്രാൻസിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒരു വ്യക്തിയാണ്, റൈറ്ററാണ്, അതേപോലെ തന്നെ ഈ പറഞ്ഞ ഐഡിയോളജിസ്റ്റ് ആയിട്ടുള്ള ഒളിമ്പിയ ഡെഗോസ് എന്ന് പറയുന്ന ഒരു വുമൺ. ഷീ റോട്ട് ദ ഡിക്ലറേഷൻസ് ഓഫ് റൈറ്റ് ഓഫ് വുമൻസ് ഫോർ ദ ഫീമെയിൽ സിറ്റിസൺ. സ്ത്രീ പൗരന്മാർക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പ്രത്യേകം എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ മാഡം റാങ് റോളൻഡ് ഓൾസോ സപ്പോർട്ടഡ് ദ ജെൻഡർ ഇക്വാലിറ്റി. ജെൻഡർ ഇക്വാലിറ്റി, സമൂഹത്തിൽ 3 ജെൻഡർ ആണ് ഉള്ളത്. ഒന്നാമത്തെ ജെൻഡർ എന്ന് പറയുന്ന മെയിൽ ജെൻഡർ, പിന്നെ ഒന്ന് ഫീമെയിൽ ജെൻഡർ, പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ജെൻഡർ. ഇത്തരത്തിലുള്ള ജെൻഡർ, അവർക്ക് തുല്യത വേണം, ഈക്വാലിറ്റി വേണം. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് മാഡം റാങ് റോളൻഡ് എന്ന് പറയുന്നത്. ദ മൂവ്മെന്റ് വോൺ റൈറ്റ് ലൈക്ക് പ്രോപ്പർട്ടി ഓണർഷിപ്പ് ആൻഡ് ഡൈവോഴ്സ്. അതായത് സ്ത്രീകൾക്ക് എന്താണ് വേണ്ടത്? സ്ത്രീകൾക്ക് സ്വത്ത് സമ്പാദിക്കാം. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾക്ക് സ്വത്ത് സമ്പാദിക്കാൻ പറ്റില്ല. ആണുങ്ങളുടെ പേരിൽ മാത്രം സ്വത്ത്, അല്ലെ? ഓണർഷിപ്പ്, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സ്വന്തമായിട്ട് വേണം, ഒരു കാർ വാങ്ങണം, ഒരു ബൈക്ക് വാങ്ങണം, ഇതൊന്നും സ്ത്രീകൾക്ക് പറ്റില്ല. ആണുങ്ങളുടെ പേരിൽ മാത്രം ഇതൊക്കെ വാങ്ങിക്കാനോ വിൽക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ കരാറുകളിൽ നിന്നൊക്കെയുള്ള വിടുതൽ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വിവാഹം കഴിച്ചു, നമുക്ക് കുറെ കാലം കൊണ്ട് ആ വിവാഹത്തിൽ നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല, നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് കരാറിൽ ഏർപ്പെട്ടു, അത് നമുക്ക് പറ്റുന്നില്ല, നമുക്ക് ആ കരാർ റദ്ദ് ചെയ്യാം. ഇത്തരത്തിലുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തിരുന്നു? വാദിച്ചിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ സ്ത്രീകള് ഈ കാലഘട്ടത്തിൽ വളരെയധികം ആക്റ്റീവ് ആയിരുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കാം. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് ഇവിടെ എടുത്തു പറയാവുന്നതാണ് ദ മെയിൻ ഐഡിയ ഇൻ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ഓഫ് ഫ്രാൻസ് ഇൻ 1789. 1789 ഫ്രഞ്ച് വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് പ്രധാന ആശയങ്ങൾ, അതായത് മനുഷ്യന് എന്തൊക്കെ അവകാശങ്ങൾ വേണം, ഹ്യൂമൻ റൈറ്റ് എന്തൊക്കെ വേണം എന്ന് തീരുമാനിച്ചിരുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ്? എടാ, ഈ ഫ്രഞ്ച് വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട സ്ലോഗൻ എന്തായിരുന്നു? പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്തായിരുന്നു? ഒരാളോടൊന്ന് ചോദിച്ചേ. ഫ്രഞ്ച് വിപ്ലവത്തിലെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? മാധവ്. ലിബർട്ടി, ഈക്വാലിറ്റി, ഫെർട്ടർനിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇത് അവര് മുദ്രാവാക്യമായി വിളിക്കണമെങ്കിൽ അവർക്ക് അപ്പൊ എന്താണ് കിട്ടാതിരുന്നത്? ഇതല്ലേ. ഫ്രഞ്ച് ജനതയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന, അല്ലേ? സാഹോദര്യം ഉണ്ടായിരുന്ന, തുല്യത ഉണ്ടായിരുന്ന? ഇല്ല. ഇത് 3ഉമാണ് അവിടെ മനുഷ്യന് ആവശ്യം.
അപ്പൊ അവരെന്തൊക്കെ ആയിരിക്കും അവിടെ മുൻപോട്ട് വെച്ച മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന്, ഓൾ മെൻ, എല്ലാ മനുഷ്യരും ആർ ബോൺ ഫ്രീ, സ്വതന്ത്രമായാണ് ജനിക്കുന്നത്. ആൻഡ് ഈക്വൽ ഇൻ റൈറ്റ്, അവകാശങ്ങളും അവിടെ തുല്യമായിരിക്കണം. നെപ്പോട്ടിസം പാടില്ല എന്ന്. ഇവിടെ ചില ആളുകള് ജനിക്കുന്നതിന്റെ പേരിൽ അവർക്ക് ചില അവകാശങ്ങൾ കിട്ടും, ജന്മാവകാശം. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ജന്മി എന്ന് പറയാം. ഇപ്പൊ രാജാവിന്റെ മകൻ, ഒരു പ്രഭുവിന്റെ മകൻ, അവന് ചിലപ്പോൾ രാജ്യം ഭരിക്കാനുള്ള കഴിവോ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവില്ല. എക്സാമ്പിൾ ലൂയി 16. ലൂയി 15 മകനായതാണ് അയാളുടെ ക്വാളിറ്റി. മനസ്സിലായില്ലേ? അതിനെതിരെയാണ് ഇത് പറയുന്നത്. മനസ്സിലായില്ലേ? അത് നമ്മൾ സൊസൈറ്റി എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൻ അടുത്ത MLA മന്ത്രിയോ ആകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അയാള് ആദ്യമായിരുന്ന ആള് ഓക്കെ, അയാൾ പെർഫെക്റ്റ് ആണ്. അതേ പെർഫെക്ഷൻ മക്കളിൽ പ്രതീക്ഷിക്കരുത്. അത് രാഷ്ട്രീയത്തില്, സ്പോർട്സില്, ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്നത് വളരെ ലെജൻഡറി ബാറ്റ്സ്മാൻ ആണ്. ക്രിക്കറ്റിലെ ലെജൻഡറി ബാറ്റ്സ്മാൻ ആണ്. പുള്ളി കളിക്കാത്ത ഷോട്ടുകളില്ല. അത് നമ്മൾ സച്ചിന്റെ മകൻ അർജുൻ ടെണ്ടുൽക്കറിന് പ്രതീക്ഷിക്കരുത്. മനസ്സിലായില്ലേ? അതേപോലെ വലിയ വലിയ ആക്ടേഴ്സ്, ഇപ്പൊ തമിഴിലെ ഏറ്റവും വലിയ ആക്ടർ ആയിരുന്നു ശിവാജി ഗണേശൻ. ശിവാജി ഗണേശന്റെ അത്ര അഭിനയിക്കാൻ പറ്റുമെന്ന് ആ പുള്ളിയുടെ മകൻ അഭിനയിക്കാൻ വരുമ്പോൾ ചിലപ്പോൾ പറ്റിയൊന്നുമില്ല. മലയാളത്തിലെ പ്രൈം മിനിസ്റ്ററിന്റെ മകനെ ആക്ടറായിട്ട് കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? അഭിനയിക്കുമായിരിക്കും, പക്ഷെ അറിയില്ല, നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഒരുത്തനും എന്താണ് ഒരു 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 ഈക്വൽ റൈറ്റ് ലഭിക്കാതെ പോകരുത് എന്നാണ് ഇവിടെ പറഞ്ഞ ആദ്യത്തെ കാര്യം. ദി ഗോൾ ഓഫ് പൊളിറ്റിക്കൽ അസോസിയേഷൻ ടു പ്രൊട്ടക്ട് ദ നാച്ചുറൽ റൈറ്റ്, ലിബർട്ടി, പ്രോപ്പർട്ടി, സെക്യൂരിറ്റി, റെസിസ്റ്റൻസ്, ഓപ്പറേഷൻ. ഓപ്പറേഷൻ എന്ന് വെച്ചാൽ അടിച്ചമർത്തുക. ഇപ്പൊ നമ്മൾ ഒരു കാരണം വെച്ചാൽ അടിച്ചമർത്തപ്പെടാൻ പാടില്ല. ലിബർട്ടി, നമുക്ക് ലഭിക്കണം, സ്വാതന്ത്ര്യം കിട്ടണം. സെക്യൂരിറ്റി, സുരക്ഷിതത്വം കിട്ടണം. ഇതായിരുന്നു മുന്നോട്ട് വെച്ച മറ്റൊരു റൈറ്റ്, മനുഷ്യന്റെ ആവശ്യം. സോവർണിറ്റി ബിലോങ് ടു ദ നേഷൻ, രാജ്യം പരമാധികാര രാഷ്ട്രമായിരിക്കണം. രാജ്യമായിരിക്കണം പരമാധികാര രാഷ്ട്രം, അല്ലാണ്ട് രാജാവല്ല, പരമാധികാരിയല്ല. സോവർണിറ്റി ബിലോങ് ടു ദ നേഷൻ, രാജ്യത്തിനായിരിക്കണം പരമാധികാരം, നോട്ട് ദ കിങ്, രാജാവിനായിരിക്കാൻ പാടില്ല. ലിബർട്ടി മീൻസ്, ലിബർട്ടി സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് അർത്ഥമാക്കുന്ന ഫ്രീഡം വിത്തൗട്ട് ഹാർമിങ് അതേഴ്സ്, മറ്റൊരുത്തന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്ത സ്വാതന്ത്ര്യമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ എനിക്ക് ഈ രാജ്യത്ത് എന്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്? ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഈ രാജ്യത്ത് എന്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ എനിക്ക് ശ്രീജിത്ത് സാറിനെ കാരണത്ത് അടിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പറയണേ, ഇത് എന്റെ രാജ്യം, ഇത് എന്റെ സ്വന്തം, ശ്രീജിത്ത് സാർ ഉണ്ടെങ്കിൽ നീങ്ങുന്ന നല്ല കവിട് എന്നുകൊണ്ട് എനിക്ക് അടിക്കാൻ പറ്റൂ? ഇല്ല. അപ്പൊ മറ്റൊരുത്തന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്തതായിരിക്കണം എന്റെ സ്വാതന്ത്ര്യം. ആൻഡ് ലോ ക്യാൻ പ്രൊഹിബിറ്റ് ഓൺലി ഹാംഫുൾ ആക്ട്, നിയമത്താൽ നിരോധിക്കപ്പെടേണ്ടത് ദോഷകരമായ കാര്യങ്ങൾ മാത്രമായിരിക്കണം. ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിയമത്താൽ നിരോധിക്കാം, അല്ലാതെ റെസ്ട്രിക്ഷൻസ് നിയമത്തിൽ കൊണ്ടുവരരുത്. അങ്ങനെ കൊണ്ടുവന്നാൽ പ്രശ്നമാണ്. അപ്പൊ 3 പേര് കൂടി നിൽക്കുന്നത് ദോഷമാണെന്ന് പറഞ്ഞിട്ട് കോടതി ഒരു വിധി പ്രഖ്യാപിച്ചാൽ അത് പ്രശ്നമാണ്, മൗലികാവകാശ ലംഘനമാണ്. മനസ്സിലായില്ലേ? അതിന് അഥവാ താൽക്കാലികമായിട്ടുള്ള അടിയന്തരാവസ്ഥ കാലത്തൊക്കെ പ്രയോഗിക്കാന്നല്ലാണ്ട് അധികം ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ ദോഷകരമല്ലാത്ത നിയമങ്ങൾ മാത്രം, ദോഷകരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് ഗവൺമെന്റ് നിയന്ത്രിക്കേണ്ടത്. അല്ലാത്ത കാര്യങ്ങളിൽ ഗവൺമെന്റ് ഇടപെടരുത് എന്നാണ് പറയുന്നത്. ഗവൺമെന്റിനും രാജ്യത്തിനും ഗുണമായിരിക്കില്ല. ഇതൊക്കെയാണ് ഫ്രാൻസിലെ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ. പിടികിട്ടിയെങ്കിൽ കൈവച്ച് കാണിച്ച് വിശദമായിട്ട് എഴുതേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി അടുത്ത ഒരു സംഭവമാണ് ഫ്രഞ്ച് നാഷണൽ അസംബ്ലി implemented many reforms of social, economics and political sphere of France. ഇപ്പൊ ഫ്രാൻസിലെ ദേശീയ അസംബ്ലിയുടെ രാജാവ് പോയി. ലൂയി 16 ജയിലിലാണ്. ഇപ്പൊ നമ്മുടെ ബാസ്റ്റിൽ പ്രിസണിൽ കിടക്കുകയാണ്, പുള്ളിയുടെ വൈഫും കിടക്കുകയാണ്. ഇപ്പൊ ഇവിടെ എന്താണുള്ളത്? ഫ്രഞ്ച് നാഷണൽ അസംബ്ലിയാണ്, ഫ്രാൻസിലെ ദേശീയ അസംബ്ലിയാണുള്ളത്. ഇവര് കുറച്ച് കാര്യങ്ങൾ ഇംപ്ലിമെന്റഡ് മെനി റീഫോംസ്, ഒരുപാട് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. എന്തൊക്കെയാണ് ഇവർ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ? മിനിമം ഒരു 4 എണ്ണമെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഇംപ്ലിമെന്റഡ് യൂണിഫൈഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ത്രൂ ഔട്ട് ദ കൺട്രി, രാജ്യം മുഴുവൻ ഏകീകൃത ഭരണഘടന കൊണ്ടുവന്നു. യൂണിഫൈഡ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു. ഇഷ്യൂഡ് ന്യൂ പേപ്പർ കറൻസി കോൾഡ് അസൈനെറ്റ്, പുതിയൊരു എന്താ പറയാ, പുതിയൊരു കറൻസി എന്ന് വെച്ചാൽ എന്താ പറയാ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ കറൻസി എന്ന് പറയുന്നത് രൂപ. 1000ന്റെ ഇല്ലല്ലോ ഇപ്പൊ, 500ന്റെയും 200ന്റെയും 100ന്റെ ഒക്കെ നോട്ട് കണ്ടിട്ടില്ലേ? അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? രൂപ അല്ലെ റുപ്പി. അതേപോലെ ഫ്രാൻസിൽ ഇത്രയും കാലം ബൂർബൻ രാജാക്കന്മാരുടെ കറൻസി ആയിരുന്നു, അത് പോയി. പകരം ഫ്രാൻസിന് ഒരു കറൻസി വന്നു. ആ കറൻസിയുടെ പേരാണ് അസൈനെറ്റ് എന്ന് പറയുന്ന പുതിയൊരു കറൻസി അല്ലെ.
കോൺഫിസ്കേറ്റഡ് ദ പ്രോപ്പർട്ടീസ് കൺട്രോൾഡ് ബൈ ദ റിലീജിയസ് ലീഡേഴ്സ്. അതായത് നമ്മൾ ഇവിടെ നമ്മുടെ സ്വത്തുക്കള് അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റു സംഭവങ്ങള് മത നേതാക്കന്മാരായിരുന്നല്ലോ ഇവിടെ ഇതാക്കിയിരുന്നത്. അത് കണ്ടെടുത്തു അല്ലെങ്കിൽ അത് പിടിച്ചെടുത്തു ജനങ്ങൾ. ഇനി മത നേതാക്കൾ അല്ലെ ഡിക്ലെയർഡ് കംപ്ലീറ്റ് റിലീജിയസ് ടോളറൻസ്. രാജ്യം മുഴുവൻ മതസഹിഷ്ണുത കൊണ്ടുവന്നു. അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ ഇനി ആരും ഞെളിഞ്ഞ് നടക്കണ്ട, എല്ലാ മതവും ഈക്വൽ ആണ്, മതത്തിന് വലിയ പ്രയോറിറ്റി ഒന്നും ഇല്ല എന്നുള്ള ലെവലിൽ കൊണ്ടുവന്നു. ക്ലർജി ബിക്കം സാലറീഡ് ഗവൺമെന്റ് എംപ്ലോയി. പള്ളിയിലെ അച്ഛന്മാർ, കത്തോലിക്ക ചർച്ചുകളിലെ ആളുകൾ, ഗവൺമെന്റ് ഓഫ് ഫ്രാൻസിലെ ജനങ്ങൾ ശമ്പളം കൊടുക്കുന്ന, അല്ലാണ്ട് അവർ വലിയ പണക്കാരോ ഇനി ഭയങ്കര ആഡംബരത്തിലൊന്നും നടക്കുന്നവരല്ല. മാസാമാസം ശമ്പളമായിട്ട് ഇനി അവർക്ക് കൊടുക്കുള്ളൂ. ആ ശമ്പളം വാങ്ങിച്ച് അവരെന്താണ് പൗരോഹിത്യ പ്രവർത്തികളിൽ ഏർപ്പെട്ടാൽ മതി. ഇനി അവർക്ക് വേറെ സ്വത്ത് സമ്പാദനോ പ്രശ്നങ്ങളൊന്നുമില്ല. സന്യാസിമാരുടെ തരത്തിലുള്ള ഒരു ജീവിതം മാത്രം ഇനി അവർക്ക് മതി എന്നുള്ള ലെവലിലോട്ട് കാര്യങ്ങൾ കൊടുക്കുന്നത്. സോവർണിറ്റി എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. സോവർണിറ്റി മീൻസ് പരമാധികാരം. സോവർണിറ്റി മീൻസ് പരമാധികാരം, പരമമായ അധികാരം, അതാണ് സോവർണിറ്റി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫ്രാൻസിലെ നാഷണൽ അസംബ്ലി തീരുമാനിച്ചത്. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈ വീശി കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് നിങ്ങൾ പേടിക്കരുത്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് വയലൻസ് ഉണ്ട്, 18+ കണ്ടന്റ് ആണ്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ചെവി പൊത്തല്ലേ സാറേ, നിങ്ങൾ വേറെ ഒന്നും പറയാനില്ല. കാരണം 175 കൊല്ലം, അതായത് 1200 കൊല്ലം, ഒരുപാട് കൊല്ലം ഈ ഫ്രാൻസിൽ രാജഭരണമാണ് നിലനിന്നിരുന്നത്. ഫ്രാൻസിലെ രാജഭരണത്തിനെതിരെ ജനങ്ങൾ ഒരുപാട് അനുഭവിച്ചു. അങ്ങനെ ജനങ്ങൾ പരമാധികാരികളായി മാറുന്ന ഒരു സാഹചര്യമാണല്ലോ നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്, ഫ്രഞ്ച് റവല്യൂഷനിൽ കണ്ടത്. പക്ഷെ അവിടെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അതിനുശേഷം വന്ന ജനങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന ഫ്രാൻസിലെ കൊട്ടാരത്തിലുണ്ടായിരുന്ന രാജവംശത്തിൽപ്പെട്ട ആളുകൾ, കൊട്ടാരത്തിൽ രാജാവിനോട് അനുകൂലമായിട്ട് നിന്നുള്ള കൊട്ടാരത്തിലെ ജോലിക്കാര്, പ്രഭുക്കന്മാരുടെ സന്തതി പരമ്പരകള്, അവർക്ക് വേണ്ടിയിട്ട് ജോലിയൊക്കെ ചെയ്ത് ശമ്പളമൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന, അവരോട് ലോയൽറ്റി കാണിച്ചിരുന്ന ജീവനക്കാര്, ക്ലർജിമാരെ വളരെയധികം വിശ്വസിച്ചിരുന്ന വിശ്വാസികളായിട്ടുള്ള ജനങ്ങൾ, ഇത്ര ആളുകളെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ക്രൂരമായാണ് പിന്നീട് കൊന്നൊടുക്കിയത്. ഒരു 2 കൊല്ലം ഈ ആളുകളെ, ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ഒരു കിരാതമായ ഒരു കാഴ്ചയാണ് പിന്നെ ഫ്രാൻസിൽ കണ്ടത്. ആ ഒരു കാലഘട്ടത്തെ നമ്മൾ പറയുന്നത് റെയിൻ ഓഫ് ടെറർ എന്നാണ്, അഥവാ രക്തരൂക്ഷിതമായ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഭീകരവാഴ്ച എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. റെയിൻ ഓഫ് ടെറർ എന്താണ് സംഭവം? നിങ്ങൾ ജില്ലറ്റിൻ എന്നൊരു ആയുധത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ജില്ലറ്റിൻ, ഇവിടെ ഒരു പിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. കിരാത ഭരണത്തിന്റെ സിമ്പലായിട്ട് ലോകം തന്നെ കണ്ട ഒരു സംഭവമാണിത്. വേറെ ഒന്നുമല്ല, ആദ്യം തന്നെ ഇത് ചെയ്തെന്ന് വെച്ചാൽ അതായത് ബാസ്റ്റിൽ ജയിലിൽ 500 പേരെ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. ജയിലിൽ 1500 പേരെ ഈ ജനങ്ങൾ പിടിച്ചിട്ടു. 1500 പേര്. അതിൽ പ്രഭുക്കന്മാരുണ്ടായിരുന്നു, രാജാക്കന്മാരുടെ പരമ്പരയിൽപ്പെട്ട ആൾക്കാരുണ്ട്, രാജാവ് ഉണ്ടായിരുന്നു, ലൂയി 16 ഉണ്ടായിരുന്നു. ഇനിയും ആളുകൾ കൂടാൻ തുടങ്ങിയപ്പോൾ ജയിലിൽ നിറഞ്ഞു കവിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല. അപ്പൊ എന്താന്ന് വെച്ചാല് ഫ്രാൻസിലെ ജനങ്ങൾ കാണെ പൊതുമധ്യത്തിൽ ജില്ലറ്റിൻ എന്ന് പറയുന്ന അതിഭീകരമായ ഒരു സംഭവം, അതൊരു വാതിൽ പോലെ ഇരിക്കും. ആ സാധനം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു പടിയുടെ അവിടെ നമ്മുടെ തല കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കണം ഈ കുറ്റവാളികളുടെ. എന്നിട്ട് മുകളിൽ ഒരു ബ്ലേഡ് പോലത്തെ ഒരു സാധനം ഉണ്ട്. ഭയങ്കര വെയിറ്റ് ഉള്ള ബ്ലേഡ് ആണ്, അല്ലാണ്ട് നമ്മൾ മറ്റേ തിരുനൂല് മുറിക്കുന്ന ബ്ലേഡ് അല്ല. ഭയങ്കര കനമുള്ള ഒരു ബ്ലേഡ് ഉണ്ട്. ആ ബ്ലേഡ് ഉണ്ട് ലിവർ ഇങ്ങനെ വലിക്കുന്ന സമയത്ത് അത് പടക്കോ എന്നുള്ള ശബ്ദത്തോടിയിട്ട് ഒറ്റടി വന്ന് ഇതും അടിക്കുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളവിടെ കഴുത്താണ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. കഴുത്തും മുതൽ രണ്ടായി പോകും. ലൂയി 16 മേരി ആന്റോണിയറ്റും ഈ ക്രൂരമായ ഈ ഒരു വധശിക്ഷയ്ക്ക് വിധേയരായിട്ടുണ്ട്. ആ കൊട്ടാരത്തിലുള്ള ആളുകളും പ്രഭുക്കന്മാരുടെ ഭാര്യമാരും മക്കളും പ്രഭുക്കന്മാരോട് താല്പര്യം കാണിച്ചിരുന്ന ജോലിക്കാരും കൊട്ടാരത്തിലെ ജോലിക്കാരും ക്ലർജിമാരുടെ സഹായികളും അവരെ ആളുകളെല്ലാവരും ഈ ഒരു സംഭവത്തിൽ പെട്ടു. അവിടെ നടന്ന ഒരു സംഭവം, ലൂയി 16 അടിച്ച് ഇങ്ങനെ ജില്ലറ്റും വെച്ച് പൊട്ടിച്ചതിന് ശേഷം ആ തല ഇങ്ങനെ എടുത്ത് ജനങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. കണ്ട, നമ്മൾ ഇത്രയും കാലം ഭരിച്ച ആ ഒരു സ്വേച്ഛാധിപതി നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന അതിക്രൂരമായ പൈശാചികമായ ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. ഇതിനെ നമ്മൾ പറയുന്നത് റെയിൻ ഓഫ് ടെറർ. റെയിൻ എന്ന് വെച്ചാൽ ഭരണം, ടെറർ കിരാതം.
കിരാതമായ ഭീകരവാഴ്ചയാണ് പിന്നീട് ഫ്രാൻസിൽ കണ്ടത്. ഫ്രാൻസ് എന്ന് കേട്ട ജനങ്ങൾ പിന്നെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയായി. ആളുകൾ പേടിക്കാൻ തുടങ്ങി. ഫ്രാൻസിലെ ജനങ്ങളല്ല, ഫ്രാൻസിന് പുറത്തുള്ളത്. നോക്കിയാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് 80s പ്ലസ് കണ്ടന്റ് ഇതൊക്കെ സിനിമയിൽ കാണിക്കുമ്പോൾ പോലും നമ്മൾ ചെവി കുത്ത് കണ്ടുപോകുന്ന ആൾക്കാരാണ്. ഇത് ഒരു ജനവിഭാഗം കണ്ടു നിൽക്കണ്. ലക്ഷക്കണക്കിന് ആളുകള് എന്താ പറയാ കണ്ട് നിൽക്കുന്ന എന്താ പറയാ ഇതാണ്. മനസ്സിലായില്ലേ? സൈക്കോ ത്രില്ലർ മാത്രം കാണുന്ന ഞങ്ങളോടോ ബാല. സൈക്കോ ത്രില്ലർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറയാ സ്ക്രീനിലാണ്. അതിൽ പിന്നെ അതിന്റെ ഭീകരത പിന്നെ നമുക്ക് തൊട്ടറിയാൻ പറ്റില്ല. ടാഞ്ചിബിലിറ്റി കുറവാന്ന് വിചാരിക്കാം. ഇതല്ല, ഇത് കണ്ടു നിൽക്കുന്ന കുഞ്ഞു കൊച്ചുങ്ങളുടെ മുഖത്തായിരിക്കും ചിലപ്പോൾ ബ്ലഡ് വന്ന് തെറിച്ചു വീഴുന്നു. മനസ്സിലായില്ലേ? രക്തത്തിന്റെ സ്മെല്ല് മനസ്സിലായില്ലേ? അത് അനുഭവിക്കുന്നുണ്ട്. അവര് അലറുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ലൈവായിട്ട് അതിഭീകരമായ കാഴ്ചയാണ് മക്കളെ. അതൊരു പക്ഷെ ഇന്നത്തെ ഈ തലമുറപ്പെട്ട അല്ലെങ്കിൽ നമ്മൾക്കൊന്നും ഒരു പക്ഷെ അത് കണ്ടു നിൽക്കാൻ പറ്റില്ല. പക്ഷെ അന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു. ഓക്കെ, മനുഷ്യജീവനൊക്കെ പിന്നെ പുല്ല് വിലയാണല്ലോ. ഓക്കെ, നമുക്ക് അതിന്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. ഇൻ 1792 യുദ്ധം അവസാനിച്ചു കേട്ടോ. ഫ്രഞ്ച് വിപ്ലവം അവസാനിച്ചു. ഇൻ 1792 ദ നാഷണൽ കൺവെൻഷൻ റീപ്ലേസ്ഡ് ദ നാഷണൽ അസംബ്ലി. അതായത് ഫ്രഞ്ചിലെ ഈ നമ്മുടെ എസ്റ്റേറ്റ് ജനറൽ പരിപാടിയൊക്കെ മാറ്റി പകരം അവിടെ ദേശീയ അസംബ്ലി രൂപീകരിച്ചു. ഡിക്ലെയർഡ് ഫ്രാൻസ് ദ റിപ്പബ്ലിക്. ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക് ആയിട്ട്, ഫ്രാൻസ് ഒരു സെപ്പറേറ്റ് രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. ആൻഡ് എക്സിക്യൂട്ടഡ് കിങ് ലൂയി ദ 16. വിചാരണ ചെയ്തു. എക്സിക്യൂട്ടഡ് എന്ന് വെച്ചാൽ വിചാരണ ചെയ്യുക. കിങ് ലൂയി 16, ലൂയി 16 വിചാരണയ്ക്ക് വിധേയനാക്കി. ദ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി വാസ് ഫോംഡ് ടു ഡിഫീറ്റ് ഫ്രാൻസ് ഫ്രം ദ യൂറോപ്യൻ പവേഴ്സ് ലൈക്ക് ബ്രിട്ടൻ, ഓസ്ട്രിയ, റഷ്യ. അതായത് ഫ്രാൻസിലെ രാജാവിനെയാണ് പിടിച്ചു കെട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ രാജഭരണമാണ്. ഇറ്റലിയിലും ജർമ്മനിയിലും ഓസ്ട്രിയയിലും ഹംഗറിയിലും ബ്രിട്ടനിലും റഷ്യയിലൊക്കെ രാജഭരണമാണ്. അത് കണ്ട് പേടിച്ച രാജാക്കന്മാർ ഫ്രാൻസിനെ ആക്രമിക്കുമോ എന്നൊരു പേടി ഫ്രാൻസിലെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ എല്ലാവിധ സേഫ്റ്റി മെഷേഴ്സ് അവർ റെഡിയാക്കി വെച്ചു ആക്രമണത്തെ നേരിടാൻ വേണ്ടിയിട്ട്. തൗസൻഡ്സ്, ആയിരങ്ങൾ ഇൻക്ലൂഡിംഗ് നോബിൾസ്, പ്രീസ്റ്റ് were imprisoned or killed as territories. അല്ലെ, നമ്മൾ നോക്കിയേ ഈ പറയുന്ന അറൌണ്ട് 1500 were killed during the September massacre. സെപ്റ്റംബർ കൂട്ടക്കൊലയിൽ 1500 പേരെയാണ് ജനങ്ങൾ കൊന്നൊടുക്കിയത്. 1500 പേരെ, ഒന്നും രണ്ടും അല്ല. നമ്മൾ 1500 തവണ ഇമ്പോസിഷൻ എഴുതാൻ തന്നെ എന്തോരം സമയം വേണം? 1500 പേരെ കൊല്ലാൻ എന്തോരം ടൈം വേണ്ടി വരും അല്ലെ? 1500 പേരെയാണ്. ജില്ലറ്റിന് വിശ്രമില്ല. ജില്ലറ്റിന് കൊണ്ടിരുന്നു ടക്ക്, അടുത്തവണ കൊണ്ടിരുന്നു ടക്ക്. ഇത് തന്നെ തലേ മോഡൽ വെവ്വേറെ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ദ ജില്ലറ്റിൻ വാസ് യൂസ്ഡ് വൈഡ്ലി ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ടെറർ. Even its leaders were later executed and a new revolutionary calendar was introduced. മനസ്സിലായില്ലേ? പുതിയ നമ്മുടെ റെവല്യൂഷണറി കലണ്ടർ വാസ് ഇൻട്രൊഡ്യൂസ് എന്ന് വെച്ചാൽ പുതിയ മറ്റേ മാതൃഭൂമിയുടെ കലണ്ടർ, മനോരമയുടെ കലണ്ടർ കൊണ്ടുവരുന്നു എന്നല്ല. വിപ്ലവ ചരിത്രം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കലണ്ടർ. ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവ ചരിത്രത്തിന്റെ കലണ്ടർ എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഇതും വരുന്നു, റെയിൻ ഓഫ് ടെറർ. മനസ്സിലായ? പിടികിട്ടിയ? അങ്ങനെ വിപ്ലവ ചരിത്രം കണ്ട അവസാനത്തെ ഇത്രയും കിരാതമായിട്ടുള്ള ഒരു സംഭവം പിന്നീട് ഉണ്ടായിട്ടുള്ള ഡൗട്ടാണ്. പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതൊരു വലിയ സംഭവമായിരുന്നു മക്കളെ. ഇത് നമ്മൾ വായിക്കും തോറും നമ്മൾ അസ്വസ്ഥരാവാന്ന് പറയൂലേ, ഇതിന്റെ വീഡിയോസ് ഒന്നും അവൈലബിൾ അല്ല മക്കളെ. ആരാണ് ചോദിച്ചത്? ഹരിനന്ദനാണോ? മണിക്കൂട്ടനാണോ? മണിക്കൂട്ടാ എടാ, ഇതിന്റെ വീഡിയോസ് ഒന്നും അവൈലബിൾ അല്ല. ഇതിന്റെ ചില ഇതുമായി ബന്ധപ്പെട്ട സിനിമകളൊക്കെ ഉണ്ട്. ഫ്രാൻസിൽ തന്നെ ഫ്രഞ്ച് മൂവീസ് തന്നെ ഒരുപാടുണ്ട്. മറ്റേ ഇംഗ്ലീഷിലും ഒക്കെ അതിന്റെ മൂവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റൊന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. ഇവരെ കൊല്ലുന്നത് കോമൺ പീപ്പിൾ ആണോ? അതെ, സാധാരണ ജനങ്ങൾ, ജനകീയ കൂട്ടായ്മ എന്ന് പറയൂല, അതിൽ തന്നെ ഉയർന്നു വന്ന കുറെ നേതാക്കന്മാരുണ്ടോ, അവരൊക്കെയാണ് ഇവരെ കൊന്നൊടുക്കിയത്. ജനങ്ങളുടെ ഒരു വെറുപ്പും വിദ്വേഷവും ജനങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളും ഒന്ന് വിജയിച്ചെന്ന് കണ്ടപ്പോൾ അവർക്കുണ്ടായ ഒരു ധാർഷ്ട്യവും അഹങ്കാരവും, ഇനി ഒരു ക്ലർജിയും ഒരു രാജാവും ഒരു നോബിളും ഒന്നും ഇവിടെ വേണ്ട എന്നുള്ള തോന്നലും, അങ്ങനെ പല പല കാരണങ്ങളാണ് ഇതിന് വഴിയൊരുക്കിയത്. ഒറ്റൊരുത്തരും ഉണ്ടാവരുതെന്നല്ല ആഗ്രഹിക്കുള്ളൂ ആരാണെങ്കിലും. ഒരു കാര്യം മനസ്സിലാക്കുക, മറ്റേതിൽ പറഞ്ഞ പോലെ യുദ്ധത്തിൽ നന്മയും തിന്മയൊന്നും ഇല്ല, തിന്മ മാത്രമേ ഉള്ളൂ. അത് സത്യം തന്നെയാണത്. മനസ്സിലാവും? ഓക്കെ. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇനി ഫ്രാൻസിലെ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫ്രാൻസിന് പുതിയൊരു ഭരണഘടന വരികയാണ്. റെയിൻ ഓഫ് ടെറർ കഴിഞ്ഞ് കേട്ടോ. റെയിൻ ഓഫ് ടെറർ അവിടെ നിൽക്കുകയാണ്. ഇനി ഫ്രാൻസിൽ പുതിയ ഒരു ഭരണ സംവിധാനമാണ് ഫ്രാൻസിൽ വരാനായിട്ട് പോകുന്നത്.
നോക്കിയേ, എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻസ് കെയിം ഇൻ ടു ബീങ് ഇൻ ഫ്രാൻസ് ഇൻ 1795. 1795 ഫ്രാൻസിൽ പുതിയൊരു ഭരണഘടന നിലവിൽ വന്നു. കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് 5 മെമ്പേഴ്സ്, അതായത് ഈ ഭരണഘടന പ്രകാരം ഒരു കമ്മിറ്റിയാണ് രാജ്യത്ത് ഭരണം നടത്തുക. ആ കമ്മിറ്റിയിൽ 5 പേരുണ്ടാവും. 5 പേരിൽ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ 5 പേരിൽ 3 പേര് അതിനെ അനുകൂലിച്ചും 2 പേര് അനുകൂലിക്കാതിരുന്നാൽ ആ ബില്ല് പാസ്സാവില്ല. നേരെ മറിച്ച് 5 പേരിൽ മിനിമം ഒരു 3 പേരെങ്കിലും എന്ത് ചെയ്യണം, അത് അംഗീകരിക്കണം, എന്നാലേ അത് പാസ്സാവുള്ളൂ. അപ്പൊ ജനങ്ങൾക്ക് പുതിയൊരു ടാക്സ് കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ 3 പേര് പറഞ്ഞാൽ നടക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ അതില്ല. 3 പേര് പറയണം ഓക്കെ നമുക്കത് പാസ്സാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു രാജാവിന് പകരം 5 രാജാവായ എങ്ങനെ ഉണ്ടാവും? 5 രാജാക്കന്മാരിൽ 3 പേര് അംഗീകരിച്ചാലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? മിനിമം 3 പേരെങ്കിലും. അങ്ങനത്തെ ഒരു സിസ്റ്റം അവിടേക്ക് വന്നു. സിസ്റ്റം ഓഫ് ഗവൺമെന്റ് വാസ് കോൾഡ് ദ ഡയറക്ടറി. ഈ ഒരു സിസ്റ്റത്തെ വിളിച്ചിരുന്ന പേര് ഡയറക്ടറി എന്നാണ്. ഡയറക്ടറി, നിർദ്ദേശകങ്ങൾ എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. ഓക്കെ. കറപ്ഷൻ ആൻഡ് മിസ്മാനേജ്മെന്റ് ലെഡ് ടു ദ കൊളാപ്സ് ഓഫ് ദ ഡയറക്ടറി. പക്ഷെ ഡയറക്ടറിയിൽ സംഭവിച്ചൊരു കാര്യം, അഴിമതി സംഭവിക്കാൻ തുടങ്ങി. ആളുകൾ കയ്യിൽ നിന്നൊക്കെ കൈക്കൂലി വാങ്ങിക്കുക, അല്ലെ, മിസ്മാനേജ്മെന്റ്. ക്ലിയർ, അതായത് ഇവർക്ക് ഭരിക്കാനൊന്നും അറിയില്ല മക്കളെ. രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ 5 കൊല്ലത്തെ കാലാവധിക്ക് വരുന്ന നേതാക്കന്മാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവർ സ്വാഭാവികമായിട്ട് അവരനുഭവിച്ച ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ ശ്രദ്ധിക്കുക, ഏതൊരു ആളുകളാണെങ്കിലും ഭരണത്തിൽ കയറുന്നതിന് മുമ്പ് ഒരുപാട് ന്യായങ്ങൾ നികർത്തും. ഞങ്ങളൊക്കെ ഏതെങ്കിലും ഇങ്ങനെ ചെയ്യൂല, ഞങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, എന്താ നിങ്ങൾക്ക് ബോധമില്ലേ, നിങ്ങൾ ആഹാരം കഴിക്കുന്നവരല്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഭരണത്തിൽ കയറിയാലോ അവരുടെ ലെവല് മാറും. അതുവരെ ചോദിച്ചതായിരിക്കൂല പിന്നെ അവർ കാട്ടിക്കൂട്ടുന്നത്. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. മനസ്സിലായില്ലേ? അപ്പോ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി. ദ പീപ്പിൾ വെയർ പുഷ്ഡ് ടു അട്ടർ പോവർട്ടി ആൻഡ് ലോസ്റ്റ് ഓഫ് ദ ഫെയ്ത്ത് ഇൻ ന്യൂ ഗവൺമെന്റ്. പക്ഷെ ഇവിടെ സംഭവിച്ച കാര്യം, ഈ മിസ്മാനേജ്മെന്റും ഈ കറപ്ഷൻ, അഴിമതി സംഭവിച്ചപ്പോൾ ജനങ്ങൾ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് പോയി. അട്ടർ പോവർട്ടി, അതിരൂക്ഷമായ ദാരിദ്ര്യത്തിലേക്ക് ജനങ്ങൾ പോയി. ആൻഡ് ലോസ്റ്റ് ദ ഫെയ്ത്ത്, വിശ്വാസം നഷ്ടപ്പെട്ടു ഇൻ ദ ന്യൂ ഗവൺമെന്റ്. ഇതിലും ഭേദം രാജാക്കന്മാർ ഭരിക്കുന്നത് എന്റെ ദൈവമേ എന്ന് ജനങ്ങൾ പറയാൻ തുടങ്ങി. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്തു, സംഭവിച്ചു. ഓക്കെ. അപ്പോ പുതിയ ഗവൺമെന്റ് വന്നു, പുതിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. ഇനി ഫ്രാൻസിൽ നടന്ന ഒരു വിപ്ലവമാണല്ലോ ഈ പറഞ്ഞ ഫ്രഞ്ച് റവല്യൂഷൻ. അപ്പോ ഫ്രാൻസിൽ നടന്ന ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ, ഫ്രഞ്ച് റവല്യൂഷന്റെ റിസൾട്ട് എന്തായിരുന്നു, അനന്തര ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. കോൺസിക്വൻസസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5 മാർക്കിന്റെ ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സംഭവമാണ് കോൺസിക്വൻസസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. ഞാനതൊന്ന് ചുരുക്കി നിങ്ങൾക്ക് വിവരിച്ചു തരാം. വലിച്ചു വാരി പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനത് ചുരുക്കി തരാം. 1, ഫ്യൂഡലിസം കൊളാപ്സ്ഡ്. ആ ഒരു പോയിന്റാണ് മെയിൻ. അതായത് ഫ്യൂഡലിസം തകരാൻ തുടങ്ങി. അത്രയും കാലം ഫ്രാൻസിൽ നിന്നിരുന്ന ഫ്യൂഡലിസം എന്ത് ചെയ്തു, തകരാനായിട്ട് തുടങ്ങി. ചർച്ച് ലാൻഡ് വെയർ ട്രാൻസ്ഫർ ടു ദ മിഡിൽ ക്ലാസ്. ഈ പള്ളിക്കാരെ കയ്യിലുണ്ടായത് ഭൂമിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സാധാരണക്കാർക്ക് വിതരണം ചെയ്യാൻ തുടങ്ങി. സാധാരണക്കാർ അടങ്ങുന്ന ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. ആ ട്രസ്റ്റിന് ഇതൊക്കെ കൊടുക്കാനായിട്ട് തുടങ്ങി. ദ മെട്രിക് സിസ്റ്റം ഇൻആക്യുറസി ഇൻ വെയിറ്റ് ആൻഡ് മെഷേർഡ്. അതായത് മെട്രിക് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം കൊടുക്കും. മെട്രിക് സിസ്റ്റം ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോ, സ്റ്റഡി മെറ്റീരിയലൊക്കെ ഉണ്ടത്. അത് അവസാനിപ്പിച്ചു. മെട്രിക് സിസ്റ്റം എന്താ അവസാനിപ്പിച്ചു? ഇൻആക്യുറസി ഇൻ വെയിറ്റ് ആൻഡ് മെഷേഴ്സ്. അതായത് സാധനങ്ങൾ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അളന്ന് കൊടുക്കണം എന്ന് പറയുമല്ലോ, അത് ഫ്രാൻസിൽ ഉണ്ടായിരുന്നില്ല. തോന്നിയ പോലത്തെ പരിപാടിയായിരുന്നു. പക്ഷെ പുതിയൊരു മെട്രിക് സിസ്റ്റം വന്നതോടുകൂടി കൃത്യമായ അളവും സംഭവം കൊണ്ടുവന്നു. അപ്പോൾ ഇൻആക്യുറസി ആയിട്ടുണ്ടായിരുന്ന അളവ് തൂക്ക സമ്പ്രദായം അവിടെ ഇല്ലാതായി. പുതിയൊരു സമ്പ്രദായം കൊണ്ടുവന്നു. ഇൻട്രൊഡ്യൂസ് ദ മെട്രിക് സിസ്റ്റം. പുതിയൊരു സംഭവം അവിടെ കൊണ്ടുവന്നു. The French Revolution introduced the concept of modern nationalism. അതാണ് അവിടെ വരുന്നത്, മോഡേൺ നാഷണലിസം. പുത്തൻ ദേശീയത എന്നൊരു ആശയം വന്നു. പുതിയ രാഷ്ട്രം, നഗര രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞു. അതായത് ഇത്രയും കാലം രാജാവ് ഉണ്ടെങ്കിലേ രാജ്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു അവസ്ഥയായിരുന്നു. അതൊക്കെ മാറി. രാജാവില്ലെങ്കിലും രാജ്യം ഉണ്ടാവും, രാജ്യങ്ങൾ നടക്കും എന്നൊരു ലെവലിലോട്ട് കൊണ്ടുവന്നു. ഫ്രാൻസ് കം ടു ബി ഡിഫൈൻഡ് ബൈ ദ പീപ്പിൾസ് ആൻഡ് നാഷണൽ ഐഡന്റിറ്റി. ഫ്രാൻസിന് എന്ത് ഐഡന്റിറ്റി വന്നു? നാഷണൽ ഐഡന്റിറ്റി. ഫ്രാൻസ് എന്ന് പറയുന്ന ഐഡന്റിറ്റി. മനസ്സിലായില്ലേ? പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു രാജാവിന്റെ രാജ്യം അങ്ങനെയാണ് അറിയപ്പെടുക. അപ്പൊ സുലൈമാന്റെ തുർക്കി, ജംഗീസ് ഖാന്റെ മംഗോളിയ, അക്ബറിന്റെ മുഗൾ സാമ്രാജ്യം, മാർത്താണ്ഡവർമ്മയുടെ തിരുവിതാംകൂർ,
ടിപ്പു സുൽത്താന്റെ മൈസൂർ, ഇങ്ങനെയാണ് വിളിച്ചിരുന്നത്. ഫ്രാൻസിന് അത് പോയി. ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഫ്രാൻസ്, മനസ്സിലായില്ലേ? ആ ഒരു ഐഡിയ ആദ്യമായിട്ട് കൊണ്ടുവന്നു. നാഷണൽ ഐഡന്റിറ്റി, ദേശീയ ഐഡന്റിറ്റി വന്നു, നോട്ട് ബൈ ദ മൊണാർക്കി, അല്ലാതെ രാജവംശത്തിന്റെ പേരിലല്ല. മൊണാർക്കി എന്ന് പറഞ്ഞാൽ രാജവംശം, രാജവംശത്തിന്റെ പേരിലല്ല. എന്തിന്റെ പേരിൽ? ജനങ്ങളുടെ പേരിൽ ആ രാജ്യം അറിയപ്പെടാനായിട്ട് തുടങ്ങി. ഓക്കെ ആണോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. ഓക്കെ, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഈ കാര്യങ്ങൾ വിശദമായിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതൊന്ന് ചുരുക്കി അണ്ടർലൈൻ ചെയ്തെടുത്തോ. സ്റ്റഡി മെറ്റീരിയലുള്ള അതേ കാര്യങ്ങൾ തന്നെ ഞാൻ ഒന്ന് ഷോർട്ട് ആക്കിയതാണ്, വേണമെങ്കിൽ ഒന്ന് ചുരുക്കി അണ്ടർലൈൻ ചെയ്തെടുത്തോ. ഓക്കെ ആണോ? ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട്, എന്നെ ഒന്ന് മാറ്റി തരാം. ഒറ്റ മിനിറ്റ്. ഓക്കേടാ മക്കളെ, വേണമെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. ഇംഗ്ലീഷും ഉണ്ട്, മലയാളം ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചാൽ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രഞ്ച് റെവല്യൂഷൻ സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഫ്രഞ്ച് റെവല്യൂഷനിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയാനുള്ളത്, അതുകൂടി ഈ ചാപ്റ്റർ തന്നെ കഴിയും. അത് ഞാൻ പറയാം ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. എല്ലാവരും വേഗം പോയിട്ട് ഫൈൻ. അപ്പോൾ നമ്മുടെ ഫ്രാൻസിലെ ഈ പറയുന്ന പോലെ ഒരു ഫ്യൂഡലിസം ഒക്കെ അവിടെ അവസാനിച്ചു. അവിടെ ഒരു പുതിയൊരു ഭരണ സംവിധാനം കൊണ്ടുവന്നു. അവിടെ ജനങ്ങൾക്ക് ഒരു പരമാധികാരം എന്നുള്ളൊരു ആശയം കൊണ്ടുവന്നു. ഒരു രാജ്യം അവിടുത്തെ ജനങ്ങളുടെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. നോട്ട് രാജാവ് എന്നുള്ളതൊക്കെ മാറി എന്താ പറയുക, ജനം എന്നുള്ള രീതിയിൽ ആളുകൾ കാണാനും, അല്ലെങ്കിൽ ഫ്രാൻസിന് പുറത്ത് തന്നെ ഒരു റെക്കഗ്നേഷൻ കിട്ടാനും കാരണം. ഈ സമയത്തുണ്ടായ ഒരു ചെറിയൊരു പ്രശ്നം ഞാൻ പറയാം. ഫ്രാൻസിൽ സംഭവിച്ചത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലോട്ടും വ്യാപിക്കുമോ എന്ന് മറ്റ് രാജ്യങ്ങളിലെ രാജാക്കന്മാരും മറ്റ് ഭരണാധികാരികളും പേടിക്കാൻ തുടങ്ങി. കാരണം ഇവിടെ ഒരു ഓസ്ട്രിയൻ തിങ്കർ പറഞ്ഞൊരു കോട്ട് ഇവിടെ ഉണ്ട് പ്രധാനമായിട്ടും. വെൻ ദ ഫ്രാൻസ് നീസ് ദ റെസ്റ്റ് ഓഫ് ദ യൂറോപ്പ് ഗെറ്റ് കോൾഡ്. അതായത് ഫ്രാൻസ് എങ്ങാനും തുമ്മിയാൽ യൂറോപ്പിലെ മറ്റുള്ള എല്ലാ രാജ്യങ്ങൾക്കും ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കാരണം എന്ന് വെച്ചാൽ മറ്റുള്ള രാജ്യങ്ങൾ പേടിക്കാൻ തുടങ്ങി, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടൊക്കെ പേടിക്കാൻ തുടങ്ങി. കാരണം അവിടെയൊക്കെ രാജാവിൻ്റെ ഭരണമാണല്ലോ, ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അപ്പോൾ അവര് എത്രയും പെട്ടെന്ന് ഫ്രാൻസിൽ ഒരു രാജഭരണം തന്നെ പുനഃസ്ഥാപിക്കണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കായിരുന്നു. അതിനിടയിൽ ഇടുത്തി പോലെ വേറൊരു സംഭവം ഫ്രാൻസിലുണ്ടായി. അതായത് ലോകരാജ്യങ്ങൾ പേടിച്ച ഒരു കാര്യം അവിടെ ഫ്രാൻസിൽ സംഭവിച്ചു. എന്താണെന്നറിയാമോ? ഒരു കിടിലനൊരു ഭരണാധികാരിയുടെ ഉദയം ഫ്രാൻസിലുണ്ടായി. ആ ഭരണാധികാരിയുടെ പേര് നെപ്പോളിയൻ എന്ന് പറയുന്ന, അല്ലെ നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്ന ഒരാള്. ഇദ്ദേഹം ഒരു രാജാവായിരുന്നില്ല. ഇദ്ദേഹം ഫ്രാൻസിലെ പട്ടാളത്തിന്റെ തലവനായിരുന്നു ഇദ്ദേഹം. പക്ഷെ പിന്നീട് ഇദ്ദേഹം ഫ്രാൻസിന്റെ ഭരണം, ബുദ്ധിപൂർവം ഫ്രാൻസിന്റെ ഭരണം ഇദ്ദേഹം നേടിയെടുക്കുകയാണ് ചെയ്തത്. എങ്ങനെ? ഹിറ്റ്ലർ ജർമ്മനിയുടെ ഭരണം നേടിയെടുത്തല്ലോ, പട്ടാളത്തിനുണ്ടായിരുന്ന ആളായിരുന്നല്ലോ ഹിറ്റ്ലർ. അതായത് ഹിറ്റ്ലർ ജർമ്മനിയുടെ ഭരണം നേടിയെടുത്ത പോലെ ഫ്രാൻസിന്റെ ഭരണം നേടിയെടുത്ത ഒരാളായി ആര് മാറി? നമ്മുടെ നെപ്പോളിയൻ മാറി. നെപ്പോളിയന്റെ ഭരണം കിഡിലൻ ഭരണമായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച രാജാക്കന്മാരുടെ ലിസ്റ്റ് എടുത്താൽ, രാജാവ് എന്നല്ല ഭരണാധികാരികളുടെ ലിസ്റ്റ് എടുത്താൽ അതിലാരും വരും? നമ്മുടെ നെപ്പോളിയനും വരും. ഓക്കെ, അപ്പോൾ എന്താ പറയാ, നെപ്പോളിയന്റെ പ്രത്യേകതകളാണ്, ഫ്രാൻസിൽ ഭരണം നടത്തിയ നെപ്പോളിയന്റെ പ്രത്യേകതകളാണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്. നെപ്പോളിയൻ, എ ബ്രിഗേഡിയർ ജനറൽ, took control of French society and become the first consul, later declaring himself as emperor. അതായത് നെപ്പോളിയൻ എന്ന് പറയുന്നത് ഒരു ബ്രിഗേഡിയർ ജനറൽ ആയിരുന്നു. അതായത് ആർമിയിലെ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനപ്പേരാണ് ബ്രിഗേഡിയർ. ഉയർന്ന പദവി അലങ്കരിക്കുന്നവർക്ക് കൊടുക്കുന്ന പേരാണ് ബ്രിഗേഡിയർ. അപ്പൊ ബ്രിഗേഡിയർ ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ സ്വന്തം നെപ്പോളിയൻ എന്ന് പറയുന്നത്. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ അദ്ദേഹം ഫ്രാൻസിന്റെ ഭരണം അദ്ദേഹം നേരിട്ട് ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം എന്താ പറയാ, അദ്ദേഹം ഒരു ഫസ്റ്റ് കോൺസ്യൂൾ എന്ന് വെച്ചാൽ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറക്ടറി എന്ന് പറയുന്നത് 5 ഡയറക്ടർമാർ ചേർന്ന് ഫ്രാൻസ് ഭരിക്കുക. ഈ ഡയറക്ടറി സംവിധാനം മാറ്റി 3 കോൺസ്യൂളുകൾ എന്ത് ചെയ്യുന്നു? ഫ്രാൻസിനെ ഭരിക്കുന്നു. അതിൽ ഒന്നാമത്തെ കോൺസ്യൂൾ ആര്? നെപ്പോളിയൻ. ബാക്കി 2 പേര് തൊട്ട് പിന്നിലായിട്ട് നിൽക്കുന്നു. ഇങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നീട് അദ്ദേഹം തന്നെ ഫ്രാൻസിന്റെ ചക്രവർത്തിയായി മാറുകയാണ് ചെയ്തത്. പുള്ളി തന്നെ ഒരു എംപയറായിട്ട് മാറി. കാരണം വേറെ ഒന്നുമല്ല,
പുള്ളിയുടെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അത്രയായിരുന്നു. പുള്ളിക്ക് കീഴിലുണ്ടായിരുന്ന ആളുകളൊക്കെ പുള്ളിയെ ഭയങ്കരമായിട്ട് കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശംസിക്കാൻ തുടങ്ങി. പുള്ളി ഗ്രാജുവലി പുള്ളി ആരായി മാറി? അവിടുത്തെ ഒരു എംപയറർ ആയിട്ട് ആര് മാറുകയാണ് ചെയ്തത്? നെപ്പോളിയൻ മാറുകയാണ് ചെയ്തത്. He replaced the directory with new administration of 3 consuls. അദ്ദേഹം ഈ ഡയറക്ടറി, അതായത് 5 പേരടങ്ങിയ ഡയറക്ടറി സംവിധാനമാണ് ഫ്രാൻസിൽ ഉണ്ടായിരുന്നത്, അതെടുത്ത് മാറ്റി 3 പേരടങ്ങുന്ന കോൺസ്യൂൾ. ഒരു കാര്യം തീരുമാനിക്കാൻ 3 പേരുണ്ട്. ആ 3 പേര് 2 പേരെങ്കിലും അത് അംഗീകരിച്ചാൽ അത് നടക്കും. ഒരാളാണെങ്കിൽ നടക്കില്ല. പക്ഷെ ഏറ്റവും ഫസ്റ്റ് കോൺസ്യൂൾ അംഗീകരിച്ചാൽ 2 പേർക്ക് അത് സമ്മതിക്കാണ്ട് നിവർത്തിയുമില്ല. അങ്ങനത്തെ ഒരു സമ്പ്രദായം അവിടെ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ഓക്കെ, the weakened Britain economically. He introduced the continental system, banning trade with Britain in French controlled and allied countries. അദ്ദേഹം ഈ ബ്രിട്ടന്റെ പോരായ്മകൾ മനസ്സിലാക്കി, ബ്രിട്ടന്റെ ആ ഒരു പോരായ്മ മനസ്സിലാക്കി, സാമ്പത്തിക പോരായ്മ, ബ്രിട്ടന്റെ ആ ഒരു സാമ്പത്തിക പോരായ്മകളെ അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ഒരു കോണ്ടിനെന്റൽ സിസ്റ്റം, ഒരു സംവിധാനം അദ്ദേഹം എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ഒരു ഭരണ സംവിധാനം, എന്താ പറയാ, ഒരു കോണ്ടിനെന്റൽ ഭരണ സംവിധാനം അദ്ദേഹം കൊണ്ടുവന്നു. അത് ബ്രിട്ടനുമായിട്ടുള്ള എല്ലാവിധ വ്യാപാര കരാറുകളും ഫ്രാൻസ് ഒഴിവാക്കി. മാത്രമല്ല ബ്രിട്ടനുമായി കൂടിച്ചേർന്നിട്ടുള്ള മറ്റ് ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? നിർത്തലാക്കി. ഒരു സെപ്പറേറ്റ് ഫ്രഞ്ച് മോഡൽ നെപ്പോളിയൻ എന്ത് ചെയ്തു? കൊണ്ടുവരുന്നു. നെപ്പോളിയൻ was finally defeated by Britain in the Battle of Waterloo in 1855. അത് 1815 ഈ എന്താ പറയാ, ഈ നെപ്പോളിയൻ എന്ത് ചെയ്തു? പരാജയപ്പെടുകയാണ് ചെയ്തത്, ഡിഫീറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത് ബ്രിട്ടൻ കാരണം. ബ്രിട്ടൻ മാത്രമല്ല, ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾ ഒരുമിച്ചാണ് നെപ്പോളിയനെ തോൽപ്പിച്ചത്. കാരണം നെപ്പോളിയനെ ഇനി അധികം വളരാൻ അനുവദിച്ചൂടാ എന്ന് അവർക്ക് തോന്നി തുടങ്ങി, ജനങ്ങൾക്ക് തോന്നി തുടങ്ങി. അപ്പോൾ ജനങ്ങൾക്കല്ല, മറ്റേ ബ്രിട്ടനിലെയും ഫ്രാൻസിലെയും തന്നെ ഈ പറഞ്ഞ പോലെ ബ്രിട്ടനിലെ രാജാക്കന്മാർക്ക്, ഫ്രാൻസിലെ കുറച്ച് നെപ്പോളിയനോട് ദേഷ്യമുള്ള കുറച്ച് ഭരണം കൈയടക്കണം എന്നുള്ള ആൾക്കാർക്ക്, അതേപോലെ തന്നെ ഓസ്ട്രിയ, റഷ്യ മുതലായിട്ടുള്ള രാജ്യത്തിലുള്ള ആളുകൾക്ക് നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ പേടിയായി. നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ പേടിയാൻ കാരണമൊന്നുമല്ല, ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങളാണ് പുള്ളി ചെയ്ത മെജോറിറ്റി കാര്യങ്ങളും. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതാണ്. ഈ വിഗ്രഹാരാധന അല്ലെങ്കിൽ രാജാവിനെ പൂജിക്കുന്ന പരിപാടിയൊന്നും നെപ്പോളിയൻ അംഗീകരിച്ചിരുന്നില്ല. നെപ്പോളിയൻ നല്ല നല്ല കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ എന്തെല്ലാമാണ്? വാട്ട് ആർ ദ റീഫോംസ് ഓഫ് നെപ്പോളിയൻ? ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് നെപ്പോളിയൻ ചെയ്ത കാര്യങ്ങൾ? ഒന്ന്, ലീഗൽ റീഫോംസ്, നിയമ പരിഷ്കാരങ്ങളാണ് അദ്ദേഹം ചെയ്ത ഒരു കാര്യം. ഒന്ന്, ഈ ഫ്യൂഡൽ സിസ്റ്റം നെപ്പോളിയനിക് കോഡ്, നെപ്പോളിയന്റെ നിയമങ്ങൾ എന്നാണ് അതിനർത്ഥം. നെപ്പോളിയനിക് കോഡ്, നെപ്പോളിയന്റെ നിയമങ്ങൾ കൊണ്ടുവന്നു. അതിലൂടെ അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചത് ഒരു ഫ്യൂഡൽ ലോ അദ്ദേഹം അബോളിഷ് ചെയ്തു, ഇല്ലാണ്ടാക്കി. ആ ഒറ്റ സെന്റൻസ് നിങ്ങൾ പഠിച്ചാൽ മതി. ബൈ നെപ്പോളിയനിക് കോഡ് ഫ്യൂഡൽ ലോ വേർ അബോളിഷ്ഡ്. ഫ്യൂഡൽ സംവിധാനം അദ്ദേഹം നിർത്തലാക്കി. പിന്നെ അദ്ദേഹം ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട ഒരു concorded an agreement between Napoleon and the Pope. അതായത് ഒരു നിയമമാണത്, കൺകാർഡറ്റ് എന്ന് പറയുന്ന ഒരു നിയമമാണ്. എന്താണ്? ആസ് ഒരു ഇവരുമായിട്ട്, പോപ്പുമായിട്ട്, അതായത് നമ്മുടെ ക്ലർജിയുമായിട്ട് നെപ്പോളിയൻ നടപ്പിലാക്കിയ ഒരു നിയമമാണ്. ആസ് പെർ ദ എഗ്രിമെന്റ് വിത്ത് ദ പോപ്പ് ദ ഫ്രീഡം ഓഫ് ദ കാത്തോലിക് ചർച്ച് വാസ് റീസ്റ്റോർഡ്. അത്രയും പഠിച്ചാൽ മതി. അതായത് കത്തോലിക് സഭയുടെ അധികാരത്തെ നിയന്ത്രിച്ചു. മനസ്സിലായില്ലേ? ആ ഒരു സെന്റൻസ് മാത്രം പഠിച്ചാൽ മതി. എഡ്യൂക്കേഷണൽ റീഫോംസ്, വിദ്യാഭ്യാസപരമായ ചില മാറ്റങ്ങൾ നെപ്പോളിയൻ കൊണ്ടുവന്നു. സ്റ്റെപ്സ് വെയർ ടേക്കൺ ടു യൂണിവേഴ്സലൈസ് എഡ്യൂക്കേഷൻ. ഒരു പോയിന്റ് വേണമെങ്കിൽ ഒന്നും കൂടെ പറയാം. ഗവൺമെന്റ് റൺ സ്കൂൾ കോൾഡ് ലൈസി വെയർ എസ്റ്റാബ്ലിഷ്ഡ്. 2 എണ്ണം പഠിച്ചാൽ മതി കേട്ടോ. അങ്ങനെ 2 കാര്യങ്ങൾ നെപ്പോളിയൻ കൊണ്ടുവന്ന നല്ലൊരു കാര്യമാണ് എക്കണോമിക് റീഫോംസ്. എസ്റ്റാബ്ലിഷ്ഡ് ദ ബാങ്ക് ഓഫ് ഫ്രാൻസ്. അത്രയും മതി. ബാങ്ക് ഓഫ് ഫ്രാൻസ് കൊണ്ടുവന്നു. ഫ്രാൻസിലെ ജനങ്ങൾക്ക് വേണ്ടി ബാങ്ക് ഓഫ് ഫ്രാൻസ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തു. മിലിറ്ററി റീഫോംസ്. ദ ആർമി വാസ് റീഓർഗനൈസ്ഡ് ഇൻ ടു ദ സെവറൽ ബറ്റാലിയൻസ്. കുറച്ച് ബറ്റാലിയന്മാരെ, കുറച്ച് സൈനികരെ കൊണ്ടുവന്ന് ആർമി അദ്ദേഹം എന്ത് ചെയ്തു? പുനഃസ്ഥാപിച്ചു. ഇങ്ങനെയെല്ലാം എന്ത് ചെയ്തു? നെപ്പോളിയൻ നല്ല നല്ല പരിഷ്കാരങ്ങൾ എന്ത് ചെയ്തു? നടപ്പിലാക്കി.
നെപ്പോളിയന്റെ പരിഷ്കാരങ്ങളിൽ ആര് ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന ആര് ഭരണാധികാരികൾ മറ്റ് യൂറോപ്പിലെയും ഫ്രാൻസിലെയും ഓസ്ട്രിയയിലെയും ഫ്രാൻസിലെന്ന് വെച്ചാൽ ഭരണം കിട്ടേണ്ട ആൾക്കാർ, അതായത് ഈ ബൂർബൻ രാജവംശത്തിലെ കുറച്ച് ബാലൻസ് ഉള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവര് പ്രത്യേകിച്ച് ഇംഗ്ലണ്ട്, റഷ്യ, ഓസ്ട്രിയ, ഈ 3 രാജ്യം ഇവര് സംയുക്തമായിട്ട് 1815 യൂറോപ്പിലെ വാട്ടർലൂ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വെച്ച് ഈ 3 രാജ്യങ്ങളുടെയും സംയുക്ത സൈന്യം ഒരുമിച്ച് വളഞ്ഞു, നെപ്പോളിയനെ വളഞ്ഞു. നെപ്പോളിയൻ അതിവിദഗ്ധമായി പോരാടി. പക്ഷേ നെപ്പോളിയൻ അല്ലേ, അല്ലാതെ മറ്റേ വിജയോ രജനീകാന്തോ ഒന്നും അല്ലല്ലോ എല്ലാവരും ഇടിച്ച് പറത്താൻ. അവസാനം നെപ്പോളിയൻ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. മനസ്സിലായില്ലേ? അങ്ങനെ നെപ്പോളിയൻ പരാജയപ്പെട്ടതോടുകൂടി ഫ്രാൻസ് വീണ്ടും ഒരു തകർച്ചയിലോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഓക്കെ, അപ്പോ ഇനി ഫ്രാൻസിൽ ഭരണാധികാരിയും ഇല്ല, ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. അപ്പൊ ലാസ്റ്റ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി. കോൺഗ്രസ് ഓഫ് വിയന്നയിൽ വെച്ച്, അതായത് ഓസ്ട്രിയയുടെ തലസ്ഥാനമാണ് വിയന്ന. 1815 നെപ്പോളിയൻ മരിച്ചതിന് ശേഷം ലോകത്ത് യൂറോപ്യൻ രാജാക്കന്മാർ പ്രത്യേകിച്ച് ഓസ്ട്രിയയിലെ രാജാവ്, അതേപോലെ തന്നെ ഇംഗ്ലണ്ടിലെ അതായത് ബ്രിട്ടനിലെ രാജാവ്, അതേപോലെ തന്നെ റഷ്യയിലെ രാജാവ്, പിന്നെ മറ്റു കുഞ്ഞു രാജാക്കന്മാർ പല യൂറോപ്പിലെ റൊമാനിയ, ട്രാൻസിൽവാനിയ അങ്ങനെ പോലത്തുള്ള സ്ഥലങ്ങളിലെ രാജാക്കന്മാർ, ഇവരെല്ലാവരും കൂടെ വിയന്നയിൽ വെച്ചിട്ട് ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടി. ഇനി ഫ്രാൻസിന് എന്ത് ചെയ്യണം? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫ്രാൻസിൽ നടന്നു. ഇനി ഫ്രാൻസിന് എന്ത് ചെയ്യണം, എന്താണ് ഉള്ള പോം വഴി എന്നുള്ളൊരു കാര്യത്തിലേക്ക്. അപ്പൊ ഇവർക്ക് ഫ്രാൻസിനെ നന്നാക്കണമെന്നോ അല്ലെങ്കിൽ ഫ്രാൻസിനെ അടിപൊളിയാക്കണമെന്നോ അല്ല ഇവരുടെ ആഗ്രഹം. ഫ്രാൻസിൽ ഉണ്ടായ ആ ഒരു വിപ്ലവം യൂറോപ്പിന്റെ ബാക്കിയുള്ള സ്ഥലത്തേക്ക് വ്യാപിക്കരുത്, ജനങ്ങൾ പരമാധികാരമോഹികളാവരുത്, നമ്മളാരും കഴുത്ത് കൊണ്ടുപോയി ജില്ലറ്റിന്റെ ഇടയിൽ വെക്കരുത്, അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടാവരുത്. ഇതാണ് ഇവരുടെ ആഗ്രഹം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സമാധാനം എന്നുള്ളൊരു ഇതിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനം, സമാധാനം അവർ പറയുന്നത്, പക്ഷെ അതിന്റെ സംഭൂതാണ് രാജഭരണം മോഹിച്ചു ഒരുത്തം പോലും എന്ത് ചെയ്യരുത്, വന്നേക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവരൊരു കാര്യം തീരുമാനിക്കുകയാണ്. അതാണ് 815 നടന്ന വിയന്ന സമ്മേളനം, വിയന്ന കോൺഫറൻസ്. അതിൽ പറഞ്ഞു നോക്കിയേ, ആഫ്റ്റർ ദ നെപ്പോളിയൻസ് ഡിഫീറ്റ്, നെപ്പോളിയന്റെ ഭരണത്തിന് ശേഷം ദ കൺട്രീസ് ഇൻ യൂറോപ്പ് മെറ്റ് വിയന്ന, അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ വിയന്നയിൽ വെച്ച് മീറ്റ് ചെയ്തു. മീറ്റിന്റെ പാസ്റ്റാണ് മെറ്റ്. ഓസ്ട്രിയ, വിയന്ന എന്ന് പറയുന്നത് ഓസ്ട്രിയയുടെ ക്യാപിറ്റലാണ്. വിയന്ന ഓസ്ട്രിയയുടെ തലസ്ഥാനമാണ് വിയന്ന. ഇൻ 1850 ആൻഡ് ടുക്ക് സം ഇമ്പോർട്ടൻസ് ഡിസിഷൻ, അവർ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചു. ദിസ് കോൺഫറൻസ് വാസ് ലെഡ് ബൈ ദ ഓസ്ട്രിയൻ ചാൻസലർ മെറ്റേണിക്. ഈ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചത് ഓസ്ട്രിയയുടെ ചാൻസലർ ആയിട്ടുള്ള, ചാൻസലർ എന്ന വാക്കിനർത്ഥം അധികാരി. ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ കേട്ടല്ലേ ചാൻസലർ, വൈസ് ചാൻസലർ എന്നൊക്കെ. അപ്പം ഓസ്ട്രിയയുടെ അധികാരി എന്നാണ് പറയാ, അല്ലെ മേധാവി എന്നൊക്കെയാണ് പറയാ. അപ്പൊ ഓസ്ട്രിയൻ മേധാവി ആയിരുന്ന, ഓസ്ട്രിയയുടെ ചാൻസലർ ആയിരുന്ന മെറ്റേണിക് ആണ് ഈ ഒരു സമ്മേളനം എന്ത് ചെയ്തത്, വിളിച്ച് കൂട്ടിയത്. ഓക്കെ, അപ്പൊ ഈ സമ്മേളനത്തെയാണ് കോൺഫറൻസ് ഓഫ് വിയന്ന അല്ലെങ്കിൽ വിയന്ന കോൺഫറൻസ്, വിയന്ന സമ്മേളനം എന്നൊക്കെ അറിയപ്പെടുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക. ഈ സമ്മേളനത്തിൽ പറഞ്ഞ, ഈ രാജാക്കന്മാർ വിളിച്ചുകൂട്ടി ഈ സമ്മേളനത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് ഷോർട്ടാക്കി അത് പറയാം. ഒന്ന്, റീസ്റ്റോർ ദ മൊണാർക്കി, അതായത് രാജഭരണം പുനഃസ്ഥാപിക്കുക. എവിടെ രാജഭരണം എവിടെയാണ് ഇല്ലാണ്ടായത്? ഫ്രാൻസിൽ വീണ്ടും രാജാവിനെ പ്രതിഷ്ഠിക്കുക. ഒരു പേരിനാണെങ്കിലും മതി, പക്ഷെ ഒരു രാജാവ് വേണം, അല്ലെങ്കിൽ പണിപ്പാളും. ദ എക്സിസ്റ്റഡ് ഇൻ ദ കൺട്രീസ് ഓഫ് യൂറോപ്പ് ഇൻക്ലൂഡിങ് ഫ്രാൻസ് ബിഫോർ ദ ഫ്രഞ്ച് റവല്യൂഷൻ, അതായത് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് ഫ്രഞ്ച് റവല്യൂഷന് മുമ്പ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ വീണ്ടും ആവുക. ഇനി വേറെ തമാശകളെ ഒന്നുമില്ല. രാജാവ്, ജനങ്ങളുടെ ഭരണം, ജനകീയ ഭരണം, ഇതൊന്നും പറ്റൂല. കിരാത ഭരണം, ഇതൊന്നും പറ്റൂല. ഫ്രാൻസ് പഴയ പോലെ ആവുക, യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങളും പഴയ പോലെ ആവുക, എസ്പെഷ്യലി ഫ്രാൻസ് പഴയ പോലെ ആവുക. റീസ്റ്റോർ ദ ബൂർബൻ മൊണാർക്കി ഇൻ ഫ്രാൻസ്, ഫ്രാൻസിൽ പഴയ ബൂർബൻ രാജാക്കന്മാരുടെ ഭരണം തന്നെ തിരികെ കൊണ്ടുവരാം. പണ്ട് ഫ്രാൻസ് ഭരിച്ചിരുന്ന വേഴ്സായൽ കൊട്ടാരത്തിലെ ബൂർബൻ രാജാക്കന്മാരായിരുന്നു. ഈ ബൂർബൻ രാജാക്കന്മാരുടെ ഭരണം തന്നെ ഫ്രാൻസിൽ വീണ്ടും തിരികെ കൊണ്ടുവരിക എന്നും വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ തിരികെ കയറ്റുക എന്നും വേണമെങ്കിൽ പറയാം. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ ഫ്രാൻസിൽ വീണ്ടും അവരുടെ ഭരണം തിരികെ കൊണ്ടുവരിക. Recognize British naval supremacy and Russian dominance in Eastern Europe.
റെക്കഗ്നൈസ് അംഗീകരിക്കുക ബ്രിട്ടൻസ് നേവൽ സപ്രമസി, ബ്രിട്ടന്റെ നേവൽ സപ്രമസി. നേവൽ എന്ന് ഉദ്ദേശിച്ചത് നാവികസേന. അപ്പൊ ബ്രിട്ടന് ഒരു നാവികസേനയുണ്ട്, ശക്തമായ നാവികസേനയുണ്ട്. ഈ നാവികസേനയെ അംഗീകരിക്കുക, ഫ്രാൻസും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും അത് അംഗീകരിക്കുക, ബ്രിട്ടന്റെ നാവിക മേധാവിത്വത്തെ അംഗീകരിക്കുക. ആൻഡ് റഷ്യസ് ഡോമിനൻസ് ഇൻ ഈസ്റ്റേൺ യൂറോപ്പ്, കിഴക്കൻ യൂറോപ്പിൽ റഷ്യയുടെ ഡോമിനൻസ്, റഷ്യയുടെ ആധിപത്യം എല്ലാവരും അംഗീകരിക്കുക. റെക്കഗ്നൈസ് ഓസ്ട്രിയാസ് ഡോമിനൻസ് ഇൻ സെൻട്രൽ യൂറോപ്പ്, മധ്യ യൂറോപ്പിൽ ഓസ്ട്രിയയുടെ മേധാവിത്വം അംഗീകരിക്കുക. ഇത് പിന്നീട് വേറെ ഒരു പ്രശ്നത്തിന് കാരണമായി. അതാണ് 1914 സംഭവിച്ച ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധം. ഓസ്ട്രിയനെ തൊട്ടടുത്തുനിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഫ്രാൻസിൽ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടി, ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. അതില് ഫസ്റ്റ് എസ്റ്റേറ്റിന് ഒരു വോട്ട്, സെക്കൻഡ് എസ്റ്റേറ്റിന് ഒരു വോട്ട്, തേർഡ് എസ്റ്റേറ്റിന് ഒരു വോട്ട്. ഈ വോട്ടിംഗ് സിസ്റ്റത്തെ തേർഡ് എസ്റ്റേറ്റിലുള്ള ആളുകൾ എതിർത്തു. അവരാണ് എണ്ണത്തിൽ കൂടുതൽ. എന്നിട്ടും അവരുടെ വോട്ടിന് വില കൊടുക്കാത്ത തേർഡ് എസ്റ്റേറ്റിന്റെ ഒരു ഇതിനെ തേർഡ് എസ്റ്റേറ്റ് എന്ത് ചെയ്തു? അതിനെതിരെ തേർഡ് എസ്റ്റേറ്റ് എതിർത്തു. ലൂയി 16 കനത്ത പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തി. പക്ഷേ തേർഡ് എസ്റ്റേറ്റിലുള്ള ജനങ്ങൾ തൊട്ടടുത്ത ടെന്നീസ് കോർട്ടിൽ പോയി അവരെന്ത് ചെയ്തു? അവിടെ വെച്ച് ഫ്രാൻസിന് ഒരു ദേശീയ അസംബ്ലി ഉണ്ടാക്കി, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി. ടെന്നീസ് കോർട്ട് സത്യപ്രതിജ്ഞ എന്നോ ടെന്നീസ് കോർട്ട് ഓത്തുന്നോ ഇത് പിന്നീട് അറിയപ്പെടാൻ തുടങ്ങി. പിന്നീട് ഇവർ വളരെയധികം പ്രശ്നങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. നമ്മുടെ ബൂർബൻ രാജാക്കന്മാരുടെ സിംബൽ ഓഫ് ഫേസ്, ഇവരുടെ മുഖമുദ്രയായിരുന്ന നമ്മുടെ ഈ ബാസ്റ്റിൽ ജയില് തകർത്തുകൊണ്ട് അവരെന്ത് ചെയ്തു? ഈ പറയുന്ന നമ്മുടെ യുദ്ധം, ഫ്രഞ്ച് വിപ്ലവം അവർ ആരംഭിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചു. ലൂയി 16 മേരി ആന്റോണിയറ്റിനെയൊക്കെ തടവിലാക്കി. സ്ത്രീകളും ഇതിൻ്റെ അകത്ത് പങ്കെടുത്തുന്നു. ആയിരക്കണക്കിന് സ്ത്രീകളാണ് വേഴ്സാൽസ് കൊട്ടാരങ്ങളിലേക്ക് എന്ത് ചെയ്തത്? ഇത് നടത്തിയത്. ഫ്രാൻസിൽ പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു. പിന്നീട് ഫ്രാൻസിൽ കണ്ടത് ഒരു ട്രെയിൻ ഓഫ് ടെറർ, ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ലൂയി 16 മേരി ആന്റോണിയറ്റ് മുതൽ ക്ലർജിമാരെയും നോബിൾസിനെയൊക്കെ കൊന്നടക്കിയ റെയിൻ ഓഫ് ടെറർ, സെപ്റ്റംബർ കൂട്ടക്കൊലയാണ് ജില്ലറ്റിൻ എന്നുള്ള മാരക ആയുധം കൊണ്ട് കൊന്നൊടുക്കിയ സംഭവം കഴിഞ്ഞു. അതിനുശേഷമാണ് നമ്മുടെ നെപ്പോളിയൻ, അതായത് ഫ്രാൻസിലെ സൈന്യത്തിന്റെ തലവനായിരുന്ന, ജനറൽ ആയിരുന്ന, ബ്രിഗേഡിയർ ആയിരുന്ന നെപ്പോളിയൻ അധികാരത്തിലേക്ക് വരികയും പിന്നെ കുറെ കാലം അദ്ദേഹത്തിന്റെ നല്ല കിടിലൻ ഭരണമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ അസൂയ പൂണ്ട മറ്റ് രാജ്യക്കാർ വാട്ടർലൂവിൽ 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തി. നെപ്പോളിയൻ നൽകിയ ഒരുപാട് സേവനങ്ങളുണ്ട് എഡ്യൂക്കേഷൻ രംഗത്തും പൊളിറ്റിക്കൽ ലെവലിലും ക്ലർജിമാരെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിലും അല്ലെങ്കിൽ എക്കണോമിക്കൽ പ്രോഗ്രഷന് വേണ്ടിയിട്ടൊക്കെ നെപ്പോളിയൻ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നെപ്പോളിയൻ ചെയ്യുകയുണ്ടായിരുന്നു. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ ഈ പറയുന്ന എന്താ പറയാ വിയന്ന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നെപ്പോളിയന്റെ മരണശേഷം മീൻസ് യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യത്തലവന്മാർ ഓസ്ട്രിയൻ ചാൻസലർ ആയിട്ടുള്ള മെറ്റേണിക്കിന്റെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. അവര് അവിടെ വെച്ച് ഒരു സമ്മേളനം നടത്തി. ആ സമ്മേളന പ്രകാരം ലോകത്ത്, അത് മീൻസ് യൂറോപ്പില് വീണ്ടും ഒരു മൊണാർക്കി, ഒരു രാജഭരണ സംവിധാനം തന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. ഫ്രാൻസിൽ വീണ്ടും ബൂർബൻ രാജവംശങ്ങളെ തന്നെ പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചു. റഷ്യയുടെയും ഓസ്ട്രിയയുടെയും ബ്രിട്ടന്റെയും സപ്രമസി യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ കിഡിലൻ ചാപ്റ്റർ ആയിരുന്നത്, ഒട്ടും ബോറടിക്കാത്ത ഒരു ചാപ്റ്റർ ആണിത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോറടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനല്ലോ അല്ലേ സാറേ? ഓക്കെ, ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്തു? നടന്നു. അപ്പൊ ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ. അപ്പൊ മക്കളെ, ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ത് ചെയ്തു? കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ ഈസ് ഓവർ കേട്ടോ. ഇനി ഈ ചാപ്റ്റർ ഓണം എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ മാർക്കിന്റെ ചോദ്യമായിരിക്കുള്ളൂ ഈ ചാപ്റ്ററിൽ നിന്ന് വരിക. നിസ്സാര ചോദ്യങ്ങളല്ല ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. വലിയ ചോദ്യങ്ങളും വരും, ആസ് വെൽ ആസ് ചെറിയ ചോദ്യങ്ങളും വരും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? എല്ലാവരും ഒന്ന് നോക്കുക. ഓക്കെ, ഇനി സാറേ ആരെയായിരുന്നു ബർത്ത്ഡേ എന്ന് പറഞ്ഞു? അമ്മയാ?
അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്.